എനിക്ക് എൻ്റെ ആത്മാഭിമാനത്തെ ചോദ്യം ചെയ്തതാണ് എൻ്റെ പ്രശ്നം. ഞാൻ ഇസ്ലാം മത വിശ്വാസിയാണ് എങ്കിൽ പോലും എല്ലാ റൂൾസും പാലിച്ച് ജീവിക്കുന്ന ഒരാളല്ല ഞാൻ. അങ്ങനെയുള്ള എന്നെ വർഗീയവാദിയാക്കാൻ ഇത്ര ഈസി ആയിട്ട് പറ്റുമെങ്കിൽ, ഞാൻ മുസ്ലിം ആയതുകൊണ്ടാണ് അങ്ങനെ പറയണതെന്ന് കേൾക്കുമ്പോൾ എനിക്കുള്ളൊരു വേദനയുണ്ട്. ആരുമില്ല, ഞാൻ തന്നെ പറയണം. ഞാൻ പറഞ്ഞത് പ്രൂവ് ചെയ്യേണ്ട അവസ്ഥയാണ്. അവിടെയും സിനിമയിൽ ഒരു ക്രൈം ചെയ്തിട്ട് ആ കുട്ടിക്ക് പോലീസ് സ്റ്റേഷനിൽ കയറേണ്ടി വന്നിട്ടില്ല. അപ്പോൾ ഇത് ഒന്നും ചെയ്യാതെ പോലീസ് സ്റ്റേഷനിൽ കയറ്റിയിരുത്തി പരാതി കൊടുത്ത ആളുടെ ഭർത്താവ്, SI 3 പേരും കൂടെ ഇങ്ങനെ ഇരുന്ന് ചോദ്യം ചോദിച്ചുകൊണ്ട് ഒരു കാര്യം എനിക്ക് ഉറപ്പാണ്, എന്നെ ബ്ലാക്ക് മെയിൽ ചെയ്യുന്ന തരത്തിലേക്കാണ് അത് പോകാൻ പോണത്. ലാലേട്ടൻ വ്യക്തമായി പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഞാൻ വ്യക്തിപരമായിട്ടൊരു കാര്യം ഞാൻ പറയില്ല, അതിജീവിതയും പോയവരെയൊക്കെ തിരിച്ചു കൊണ്ടുവരാമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു പ്രസിഡന്റ്. പക്ഷെ ചില മെമ്പേഴ്സിന് അത് താല്പര്യമില്ല എന്ന് അവരെ അറിയിച്ചു എന്ന് പറഞ്ഞു. അമ്മ സംഘടന എന്നൊക്കെ പറയുമ്പോൾ ഒരു ലക്ഷൂറിയസ് ആയിട്ടുള്ള സംഘടനയാണ്. സത്യസന്ധമായി പറഞ്ഞു കഴിഞ്ഞാൽ ഇത്രയും ആസ്തിയുള്ളൊരു സംഘടന ഇന്ത്യൻ സിനിമയിൽ തന്നെ ഉണ്ടാവില്ല. കുത്തിത്തീർപ്പ് എന്നൊക്കെ പറയില്ല, അങ്ങനത്തെ സാധനം ഉണ്ടാക്കിയിട്ട് അത് നശിപ്പിക്കരുതെന്ന് എനിക്കൊരു അപേക്ഷയുള്ളൂ. അൻസിബ ഹസനാണ് Q സ്റ്റുഡിയോയിൽ. അൻസിബ, സ്വാഗതം. ആദ്യം കൺഗ്രാറ്റ്സ്. താങ്ക് യു. ഈ വർഷത്തെ ഏറ്റവും സക്സസ് ആയ സിനിമയിലെ പ്രധാന കഥാപാത്രമായിരുന്നു. താങ്ക് യു. ശരിക്ക് ദൃശ്യം ഒരു 330 crore എന്നൊക്കെ പറഞ്ഞൊരു വലിയ സക്സസ് പോസ്റ്ററൊക്കെ കേരളം മുഴുവൻ പൊട്ടിക്കുന്ന അതേ സമയത്താണ് ഇപ്പുറത്ത് ഒരുപക്ഷെ ഏറ്റവും മോസ്റ്റ് ട്രോമാറ്റിക് എക്സ്പീരിയൻസിലൂടെ താരസംഘടനയായിട്ട് പോകുന്നത്. അപ്പോൾ നമ്മൾ ഒരു 3 പതിറ്റാണ്ടൊക്കെ നിന്നൊരു താരസംഘടനയിൽ ആദ്യമായിട്ടൊരു വനിതാ നേതൃത്വം വരുന്നു. അപ്പോൾ അത് ഏത് തരം മാറ്റം ഉണ്ടാക്കും എന്ന് പറയുന്ന സമയത്തായിരുന്നു അവിടെ എതിരില്ലാതെ തിരഞ്ഞെടുക്കപ്പെട്ട ഒരാളായിട്ട് അൻസിബ വന്നത്. ആദ്യം ചോദിക്കാനുള്ളത്, പിന്നെ അൻസിബ ശരിക്കും താരസംഘടനയുടെ നേതൃത്വത്തിലേക്ക് മത്സരിക്കാനുള്ള റീസൺ എന്തായിരുന്നു? ഞാൻ ഒരു 5-6 വർഷം മുമ്പ് അമ്മയിലെ വർക്കിംഗ് കമ്മിറ്റിയിലുണ്ടായിരുന്നു. അപ്പോൾ വർക്കിംഗ് കമ്മിറ്റിയിൽ ഉണ്ടാകുമ്പോൾ ആ സമയത്ത് എക്സിക്യൂട്ടീവ് കമ്മിറ്റിയിലുണ്ടായിരുന്നവരെല്ലാം ബിസി ആയിട്ടുള്ള ആർട്ടിസ്റ്റുകളായിരുന്നു. അപ്പോൾ താരതമ്യേന വർക്കുകൾ കുറവുള്ള ആൾക്കാർ, പിന്നെ വർക്ക് ചെയ്യാൻ താല്പര്യമുള്ള ആൾക്കാരുമാണ് വർക്കിംഗ് കമ്മിറ്റിയിലുണ്ടായിരുന്നത്. അപ്പോൾ അമ്മ ഷോയുടെ ഭാഗമായിട്ട് സ്റ്റേജിൻ്റെ പുറകിൽ വർക്ക് ചെയ്യാൻ അവസരം കിട്ടിയപ്പോൾ എൻ്റെ ലൈഫിൽ സ്റ്റേജിൻ്റെ പുറകിൽ നിന്ന് വർക്ക് ചെയ്യുക എന്നൊക്കെ പറയണത് ഞാൻ ആദ്യമായിട്ടാണ് ചെയ്യണം. എനിക്ക് ഇഷ്ടമുണ്ടെങ്കിലും അവസരം കിട്ടിയിട്ടില്ല അങ്ങനെ. അപ്പോൾ അതെനിക്ക് ഭയങ്കര എക്സൈറ്റ്മെൻറ്റ് കാരണം ഞാൻ അതിൽ ഓവറായിട്ട് വർക്ക് ചെയ്തു എന്നാണ് എനിക്ക് മനസ്സിലാവണത്. ഞാൻ ഒരുപാട് സമയം അതിനു വേണ്ടി സ്പെൻഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അങ്ങനെയാണ് അവിടെയുള്ള എല്ലാ മെമ്പേഴ്സുമായിട്ടൊരു കോണ്ടാക്റ്റ് എനിക്കുണ്ടാവുന്നത്. അല്ലാതെ ഇത്രയും പേരുടെ കൂടെ അഭിനയിച്ചിട്ടോ അവരുടെ കൂടെ ഷോ ചെയ്തിട്ടോ അല്ല. ബാക്ക് സ്റ്റേജിൽ നിൽക്കുമ്പോൾ കോർഡിനേഷൻ ഉണ്ടായിട്ടുണ്ട്. അവരുടെ റിഹേഴ്സൽസ് എല്ലാം കോർഡിനേറ്റ് ചെയ്തത് ഞാനായിരുന്നു. സ്ക്രിപ്റ്റിൻ്റെ സമയത്ത് ഞാൻ കൂടെ ഇരുന്നിട്ടുണ്ട്. അതുപോലെ ഡബ് ചെയ്യുന്ന സമയത്ത് ഞാൻ എല്ലാ ആർട്ടിസ്റ്റിനെയും ഞാൻ വിളിച്ചാണ് ഡബ് ചെയ്യിക്കുന്നത്. അപ്പോൾ എന്നെക്കാളും സീനിയേഴ്സ് ആയിട്ടുള്ള ആളുകളാണ് എല്ലാവരും ഉള്ളത് അവിടെ. പിന്നെ ചെറിയ കുട്ടികൾ കുറച്ച് പേരേ ഉള്ളൂ. അപ്പോൾ ഇവരൊക്കെയാണ് ഞാൻ ഞാനാണ് ഇരുന്ന് ഡബ് ചെയ്യിപ്പിക്കുന്നത്. അപ്പോൾ അതൊക്കെ എൻ്റെ ആദ്യത്തെ എക്സ്പീരിയൻസാണ്. അപ്പോൾ ഞാനത് കറക്റ്റല്ല, ഒന്നുകൂടെ ഡബ് ചെയ്യുമോ എന്നൊക്കെ ചോദിക്കുമ്പോൾ അവരും ചെയ്യുന്നുണ്ട്. അപ്പോൾ ഞാൻ പറഞ്ഞ കുഴപ്പമില്ല. അപ്പോൾ എനിക്ക് മനസ്സിലായി അവർക്കൊന്നും കുഴപ്പമില്ല. എന്നുവെച്ചാൽ അവിടെ ആർട്ടിസ്റ്റുകൾ മാത്രമല്ല, ഡയറക്റ്റ് ചെയ്ത കുറേ ആർട്ടിസ്റ്റുകളുണ്ട്, പ്രൊഡ്യൂസ് ചെയ്ത കുറേ ആർട്ടിസ്റ്റുകളുണ്ട്. അപ്പോൾ ഇവർക്ക് ആർക്കും പ്രശ്നമില്ല. ഞാനതൊന്നുകൂടെ ഡബ് ചെയ്തത് ശരിയായിട്ടില്ല, ഒന്നുകൂടെ ഡബ് ചെയ്യുമോ, ഒന്നുകൂടെ ഹൈ പിച്ചിൽ പറയുമോ എന്നൊക്കെ പറയുമ്പോൾ ഓക്കെ അൻസിബ. അപ്പോൾ അതിൽ നിന്ന് കിട്ടിയ ഒരു എൻകറേജ്മെൻ്റ് ഉണ്ട്. എന്നുവെച്ചാൽ അവരങ്ങനെ ഒരു ഈഗോ എന്നോട് കാണിച്ചില്ല, ഇവളാരെ പെട്ടെന്ന് വന്നിട്ട് ഒരു ടേക്കും കൂടെ ചോദിക്കാൻ എന്ന്. അപ്പം ഞാനത് ശരിയാക്കാൻ വേണ്ടിയാണെന്ന് അവർക്ക് മനസ്സിലായിട്ടായിരിക്കും. പിന്നെ ഒരു ആർട്ടിസ്റ്റ് ഒരു കളക്റ്റീവ് എഫേർട്ടിന്റെ ഭാഗമാവുകയാണല്ലോ. അപ്പോൾ അതെനിക്ക് വന്നൊരു എക്സൈറ്റ്മെൻറ്റ്, ഭയങ്കരമായിട്ടുള്ള ഇമ്മൻസ് ആയിട്ടുള്ളൊരു പവറാണ് തന്നത്. അപ്പം എനിക്ക് കുറച്ചുകൂടെ വർക്ക് ചെയ്യാൻ കൊതിയായി. ആ കൊതിയുടെ പുറത്താണ് ഞാൻ അടുത്ത പ്രാവശ്യം ഇലക്ഷൻ വന്ന സമയത്ത് ഞാൻ മത്സരിച്ചപ്പോൾ ഞാൻ എക്സിക്യൂട്ടീവ് കമ്മിറ്റിയിൽ ഞാൻ വന്നു. അപ്പോൾ എക്സിക്യൂട്ടീവ് കമ്മിറ്റിയിൽ വന്നു കഴിഞ്ഞപ്പോൾ ആ വർഷം കുറേ വർക്ക് ചെയ്യാൻ പറ്റി. അങ്ങനെ വന്ന സമയത്ത് അത് പിന്നെ അഡ്വോ കമ്മിറ്റിയായി മാറി. ആ സമയത്ത് ലാലേട്ടനായിരുന്നു പ്രസിഡൻറ്റ്. അങ്ങനെ അത് ഈ ഹേമ കമ്മിറ്റി വിഷയവുമായി ബന്ധപ്പെട്ടിട്ടായിരുന്നു അന്ന് അമ്മ സംഘടനയുടെ ആ ഒരു എക്സിക്യൂട്ടീവ് കമ്മിറ്റിക്ക് അഡ്വോ കമ്മിറ്റിയായി മാറേണ്ടി വന്നത്. ആ സമയത്ത് നമ്മൾ ഒരുപാട് പ്രവർത്തനങ്ങൾ നടത്തുന്നുണ്ടായിരുന്നു. ആ സമയത്ത് നമ്മൾ സഞ്ജീവനി എന്ന് പറഞ്ഞിട്ടുള്ളൊരു മെഡിസിൻ ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുന്ന പദ്ധതി കൊണ്ടുവന്നു. കാരണം എന്താണെന്ന് വെച്ചാൽ അമ്മയിൽ നിന്ന് പെൻഷൻ കിട്ടുന്ന 104ഓളം പേർക്ക് പെൻഷൻ കിട്ടുന്നുണ്ട്. അപ്പോൾ അതിൽ ചില മെമ്പേഴ്സൊക്കെ വന്നിട്ട് പേഴ്സണലി സംസാരിക്കുമ്പോൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഇത് വളരെ പഴയ സിനിമയിലൊക്കെ മമ്മൂക്കയുടെയൊക്കെ ഹീറോയിനായിട്ട് അഭിനയിച്ചൊരു നായിക നടി. ആ അമ്മ ഒരു ദിവസം ഇങ്ങനെ എൻ്റെ അടുത്ത് പറഞ്ഞു, മോളെ ഇവിടുന്ന് കിട്ടുന്ന 5000 രൂപയിൽ മരുന്ന് ഉൾപ്പെടെ വാങ്ങിച്ചിട്ടാണ് ഒരു മാസം ജീവിക്കണമെന്ന്. സത്യം പറഞ്ഞാൽ എനിക്ക് ഭയങ്കര അത് വല്ലാത്തൊരവസ്ഥയായിരുന്നു എനിക്ക് കേട്ടപ്പോൾ. കാരണം
ഒരു ദിവസം 5000 10,000 ചിലവാക്കുന്നുണ്ട് നമ്മളിൽ പലരും. ഭക്ഷണത്തിന് വേണ്ടിയിട്ടോ അല്ലെങ്കിൽ വെറുതെ പെട്രോൾ അടിച്ചിട്ടൊക്കെ. ഒരു മാസം മരുന്ന് ഉൾപ്പെടെ 5000 രൂപയ്ക്ക് അവാർഡൊക്കെ കിട്ടിയിട്ടുള്ളൊരു നടിയാണ് എന്നോട് പറഞ്ഞത്. എനിക്ക് ഭയങ്കര വിഷമമായി. അപ്പോൾ ഒരു EC മീറ്റിങ്ങിൽ ഞാനത് അവതരിപ്പിച്ചു, ഇങ്ങനൊരു കാര്യമുണ്ട്. അപ്പോൾ ഈ ആർട്ടിസ്റ്റിൻ്റെ പേര് പറഞ്ഞു. അപ്പോൾ ലാലേട്ടനൊക്കെ കേട്ടപ്പോൾ ഭയങ്കര വിഷമമായി കേട്ടപ്പോൾ. അടുത്ത മീറ്റിങ്ങിൽ വീണ്ടും ഈ ഒരു ഡിസ്കഷൻ ഇങ്ങനെ വരികയും ലാലേട്ടനും ബാബുരാജേട്ടനൊക്കെ ഇവിടെ ഇനിഷ്യേറ്റീവ് എടുത്തിട്ടാണ് നമുക്ക് മരുന്ന് നമുക്ക് കൊടുത്താലോ, അപ്പോൾ ഈ കിട്ടുന്ന 5000 രൂപ ഇവർക്ക് അവരുടെ ആവശ്യത്തിന് യൂസ് ചെയ്യാമല്ലോ, 5000 അവർക്ക് കിട്ടുമല്ലോ മരുന്ന് നമ്മൾ സെപ്പറേറ്റ് കൊടുക്കുകയാണെങ്കിൽ. അങ്ങനെയാണ് EC തീരുമാനിക്കുന്നത് നമുക്ക് മരുന്നുകൾ ഫ്രീ ആയിട്ട് കൊടുക്കാം എന്ന്. അപ്പോൾ അതേ സമയത്ത് ഒരുപാട് നാളായിട്ടുള്ള അമ്മയിലുള്ള ആളുകളുടെ ഒരു ആഗ്രഹമായിരുന്നു ഈ കുടുംബസംഗമം നടത്തുക എന്നുള്ളത്. അപ്പോൾ ബാബുരാജേട്ടനാണത് പറഞ്ഞത്, നമുക്ക് കുടുംബസംഗമം നടത്താം. ലാലേട്ടൻ പറഞ്ഞു കുടുംബസംഗമം ഉറപ്പായിട്ടും നടത്തണം. അതിൽ നിന്ന് കിട്ടുന്ന ആ ഒരു പ്രോഫിറ്റ് നമുക്ക് എടുത്തിട്ട് ബാങ്കിലിട്ടിട്ട് ആ പൈസ വെച്ചിട്ട് നമുക്ക് എല്ലാ മാസവും 10,000 രൂപയ്ക്കകത്തുള്ള മരുന്നുകൾ ആളുകൾക്ക് കൊടുക്കാം, നമ്മുടെ മെമ്പേഴ്സിന് കൊടുക്കാം. അപ്പോൾ പെൻഷൻ കൂടാതെ 10,000 രൂപയ്ക്കകത്തുള്ള മരുന്ന് കിട്ടുക എന്ന് പറയുമ്പോൾ ഒരു ഭയങ്കര ആശ്വാസമായിരിക്കും. കാരണം ഇൻസുലിൻ യൂസ് ചെയ്യുന്ന ആളുകളുണ്ട്. അപ്പോൾ ലൈഫ് സ്റ്റൈൽ ഡിസീസിനുള്ള മരുന്നുകൾ നമ്മൾ കുറച്ചേ കൊടുക്കുകയുള്ളൂ, അതൊരു 40% കൊടുക്കുകയുള്ളൂ. പക്ഷേ 100% നമ്മൾ കൊടുക്കുന്നത് സ്ഥിരമായിട്ടുള്ള നിത്യരോഗികളായിട്ടുള്ള ആളുകളുണ്ട്. അപ്പോൾ അങ്ങനെ ഇപ്പോൾ ക്യാൻസർ പേഷ്യൻസ് അങ്ങനെയുള്ള കുറേ പേരുണ്ട്. അപ്പോൾ അവർക്കൊക്കെ ഉള്ള എല്ലാ മരുന്നുകളും 10,000 രൂപയ്ക്കകത്ത് കൊടുക്കുക എന്ന് പറഞ്ഞപ്പോൾ ഭയങ്കര ഹാപ്പിയായി എല്ലാവരും. അങ്ങനെയാണ് അത് കൊണ്ടുവന്നത്. അപ്പോൾ അത് എന്നോട് ഏറ്റെടുക്കാൻ പറഞ്ഞപ്പോൾ ഞാനത് ഭയങ്കര സന്തോഷമായിട്ട് ഏറ്റെടുത്തതാണ്. ഇതേ നേരത്തെ പറഞ്ഞ എക്സൈറ്റ്മെൻറ്റ് തന്നെയായിരുന്നു എനിക്ക്. മരുന്ന് ഞാൻ കൊടുക്കാൻ പോകുന്നു, ഇതെല്ലാം കറക്റ്റ്, എല്ലാ മാസവും ഇവരുടെ മരുന്നുകൾ മാറും. അപ്പോൾ ഇത് എന്നെ വിളിച്ചുകൊണ്ടിരിക്കും എല്ലാ ദിവസവും. 1 മണിക്കാണെങ്കിലും 2 മണിക്കാണെങ്കിലും സമയമൊന്നും നോക്കൂല. എന്നെ ഒരു പേരക്കുട്ടിയായിട്ട് കണ്ട ആൾക്കാരുണ്ട്, മോളായിട്ട് കണ്ട ആൾക്കാരുണ്ട്, അങ്ങനെ കണ്ട ആളുകളാണ് ഉള്ളത്. അപ്പോൾ അവർക്ക് എന്നെ എപ്പോൾ വിളിക്കണമെന്നുള്ളതിൽ അവർ കൺസേൺ അല്ല. അപ്പോൾ എനിക്ക് മനസ്സിലായി എന്നോടുള്ള ഇഷ്ടം കൊണ്ടാണ് അവരതിൽ കൺസേൺ അല്ലാത്തതെന്ന്. ഞാൻ ഒന്നും പറയാറുമില്ല. അപ്പോൾ ഞാൻ പുലർച്ചെ 2 മണിക്കൊക്കെ കോൾ വരും, മോളെ എനിക്ക് വയ്യാതായി മുട്ടുവേദനയാണെന്നൊക്കെ പറഞ്ഞിട്ട് വിളിക്കും. അപ്പോൾ ഞാൻ സമാധാനിപ്പിക്കും, കുഴപ്പമില്ല കേട്ടോ, നമുക്ക് രാവിലെ ഡോക്ടറെ അടുത്ത് പോവാം. അപ്പോൾ എനിക്ക് പിന്നെ മനസ്സിലായി. പിന്നെ മരുന്നുകൾ ഞാൻ കറക്റ്റായിട്ട് കൊടുക്കുന്നുണ്ട്. മാറ്റം വരുമ്പോൾ അത് ഡോക്ടറിൻ്റെ അടുത്ത് അതിൻ്റെ പ്രിസ്ക്രിപ്ഷൻ കൊടുത്ത് മാറ്റിയിട്ട് നമ്മളെ മെഡിസിൻ പ്രൊവൈഡ് ചെയ്യുന്ന ഏജൻസി അവരെ വിളിച്ച് സംസാരിക്കുന്നുണ്ട്, ഇതെല്ലാം ചെയ്യുന്നുണ്ട്. പക്ഷെ മരുന്നിലുപരി ഇവരെന്നോട് സംസാരിക്കാൻ തുടങ്ങിയത് ഇവർക്ക് സംസാരിക്കാൻ ആളുകളില്ലാത്ത കുറേ പേരുണ്ട്. അവരുടെ ഒരു ഒറ്റപ്പെടൽ, അതായത് അവരെപ്പോഴും ഈ ക്യാമറയുടെ ആൾക്കൂട്ടത്തിന് കൂടെ നിന്നിരുന്ന ആളുകളല്ലേ. അതിൽ പല ആൾക്കാരുടെയും ഫിനാൻഷ്യലി സ്റ്റേബിൾ ആയിട്ടുള്ള ആൾക്കാരും ഉണ്ട്, അല്ലാത്ത ആൾക്കാരും ഉണ്ട് കേട്ടോ സഞ്ജീവനിയിൽ അംഗങ്ങളായിട്ട്. അപ്പോൾ പലർക്കും മക്കൾ ഇവിടെ നാട്ടിലില്ല, പുറത്താണ്. അപ്പോൾ ഒറ്റപ്പെടലുള്ള ആൾക്കാരുണ്ട്. ഫിനാൻഷ്യലിയും സ്റ്റേബിൾ അല്ല, ഒറ്റപ്പെടലും ഉണ്ട്, അങ്ങനെയുള്ള ആൾക്കാരുണ്ട്. അപ്പോൾ വിളിക്കുമ്പോൾ പറയും എനിക്ക് മോളോട് സംസാരിക്കുമ്പോൾ എൻ്റെ മോളോട് സംസാരിക്കണ മാതിരിയാണ്, ഞാൻ വിളിക്കണോണ്ട് ബുദ്ധിമുട്ടുണ്ടോ എന്നൊക്കെ ചോദിക്കും. വീട്ടിലെ കാര്യങ്ങളൊക്കെ പറയും, വീട്ടിലെ മക്കളെ കാര്യങ്ങൾ വരെ പറയും. അപ്പോൾ അതൊക്കെ ഞാൻ കേൾക്കും. അപ്പോൾ എനിക്ക് മനസ്സിലായി കേൾക്കുക എന്നുള്ളതാണ് അവർക്ക് ഞാൻ കൊടുക്കാൻ പറ്റുന്ന ഏറ്റവും വലിയൊരു മരുന്ന്. അതായിരിക്കും എന്നോടുള്ള ഇഷ്ടം. കാരണം അടുത്ത ഇലക്ഷൻ വന്ന സമയത്ത് അപ്പോൾ ഇവരെന്നെ എല്ലാവരുടെ പറയുന്നുണ്ടായിരുന്നു, ഈ കുട്ടി നന്നായിട്ടാണ് ഞങ്ങൾക്ക് മരുന്ന് തരുന്നത്. അപ്പോൾ ഞാൻ കൊടുത്ത മരുന്ന് അവരോട്, എനിക്ക് അറിയാത്ത ആൾക്കാരോട് ചിലപ്പോൾ ചിരിച്ചതായിരിക്കും. ആ ഒരൊറ്റ കാരണം കൊണ്ട് തന്നെയാണ് അടുത്ത പ്രാവശ്യം മത്സരിച്ചപ്പോൾ ഞാൻ ജോയിൻറ്റ് സെക്രട്ടറിക്ക് വെറുതെ എഴുതിയിട്ടതാണ്, വൈസ് പ്രസിഡൻറ്റിന് എഴുതിയിട്ടിട്ടുണ്ടായിരുന്നു, എക്സിക്യൂട്ടീവ് കമ്മിറ്റിയിലിട്ടു. പക്ഷേ എനിക്ക് എക്സിക്യൂട്ടീവ് കമ്മിറ്റിയിൽ സംവരണ സീറ്റുണ്ട്, 4 സ്ത്രീകൾ എന്തായാലും ഉണ്ടാവും. അപ്പോൾ ഞാൻ സംവരണ സീറ്റിൽ എഴുതിയിട്ടില്ല. അതെൻ്റെ എക്സൈറ്റ്മെൻറ്റും ക്യൂരിയോസിറ്റിയുമാണ്. സംവരണം ഇല്ലാതെ എനിക്ക് എല്ലാവരുടെയും കൂടെ മത്സരിച്ച് ജയിക്കണം. അങ്ങനെ ജയിക്കുകയാണെങ്കിൽ ഒരു അഭിമാനമാണ് കുറച്ചും കൂടെ കൂടുതലുണ്ടല്ലോ. അപ്പോൾ ഞാനിത് 3 എഴുതി ഇട്ടപ്പോൾ വൈസ് പ്രസിഡൻറ്റിൽ ഞാൻ ഒപ്പിട്ടിട്ടില്ല എന്ന് പറഞ്ഞ് തള്ളിപ്പോയി. പിന്നെ ജോയിൻറ്റ് സെക്രട്ടറി ഉണ്ട്, എക്സിക്യൂട്ടീവ് കമ്മിറ്റി മെമ്പറുണ്ട്. ഞാൻ വിചാരിച്ചു ഓക്കെ ജോയിൻറ്റ് സെക്രട്ടറി കൊടുത്തേക്കാം. അപ്പോൾ ഇപ്പം രാജിവെക്കേണ്ടി വന്ന ഇതേ കമ്മിറ്റിയിലുള്ള 12 പേര് തന്നെയാണ് എനിക്ക് ഓപ്പോസിറ്റ് മത്സരിച്ചത്. അപ്പോൾ മത്സരിക്കാൻ വേണ്ടി നോമിനേഷൻ കൊടുത്തു. പക്ഷെ നോമിനേഷൻ പിൻവലിച്ച ദിവസം എനിക്ക് ഓപ്പോസിറ്റ് ജോയിൻറ്റ് സെക്രട്ടറിക്ക് മത്സരിക്കാൻ വേണ്ടി നോമിനേഷൻ കൊടുത്ത 12 പേരും വിഡ്രോ ചെയ്തു. ഞാൻ തന്നെ സത്യം പറഞ്ഞാൽ ഷോക്കായിപ്പോയി. കാരണം എനിക്ക് ഒരാളോട് പോലും എനിക്കൊരു വോട്ട് തരുമെന്ന് ചോദിക്കേണ്ടി വന്നിട്ടില്ല.
അങ്ങനെ എതിരില്ലാതെ ഞാൻ ജോയിന്റ് സെക്രട്ടറി ആയി. അതാണ് സംഭവിച്ചത്. ഇപ്പം ഞാൻ കുറേ കമൻസ് കാണും, അൻസിബ എങ്ങനെ ജോയിന്റ് സെക്രട്ടറി ആയെന്നുള്ളത് അന്വേഷിക്കണം, ഇത്ര കുറച്ച് പടത്തിൽ വന്നിട്ട് അഭിനയിച്ചിട്ട് അമ്മയിൽ ഇത്രയും വലിയ സംഘടനയിൽ എങ്ങനെ ജോയിന്റ് സെക്രട്ടറി ആയിട്ട് ദുരൂഹതയുണ്ട്. അപ്പം ഞാനാണെങ്കിൽ ഇവരെന്ത് പൊട്ടത്തരായി പറയണത്. അവിടെ എലക്ഷൻ നടത്തിയിട്ട് എലക്ഷനിൽ ജയിച്ചാൽ എതിരില്ലാതെ തിരഞ്ഞെടുക്കപ്പെടുക എന്ന് പറഞ്ഞൊരു സ്വീകാര്യത വേറെയാണല്ലോ. അപ്പം അങ്ങനെ ഒരു എലക്ഷൻ നടത്തിയിട്ട് വന്ന ഒരാളാണെന്ന് ഇവരെന്ത് ചിന്തിക്കാത്ത. ശരിക്കും പോട്ടെ. വേറൊരു കാര്യം കൂടി ഉണ്ടല്ലോ അൻസിബ, ഇപ്പം നമുക്കറിയാം താരസംഘടന എന്ന് പറയുന്ന പല കാലങ്ങളിലായി മലയാള സിനിമയുടെ പ്രധാനപ്പെട്ട റോളിൽ മുതൽ അല്ലെ ഏറ്റവും ചെറിയ റോളുകൾ വരെ ചെയ്ത വലിയൊരു, നമുക്കറിയാം അമ്മയുടെ ഒരു താര സംഘമൊക്കെ വരുന്ന ആളുകൾ, അതിൽ ശാരീരിക ആവശ്യതയുള്ളവരുണ്ട്, വാർദ്ധക്യ സഹജമായ പ്രശ്നങ്ങളുള്ളവരുണ്ട്. പക്ഷെ അവർക്കെല്ലാം ഒത്തൊരുമിച്ച് നിന്ന് ആ ഒരുമയിൽ എന്തെങ്കിലും ചെയ്യണമെന്നാണ് കരുതുന്നത്. നമ്മൾ പല കാലത്ത് നോക്കിക്കഴിഞ്ഞാൽ അമ്മയുമായി ബന്ധപ്പെട്ട ഒരുപാട് സ്ത്രീവിരുദ്ധ നിലപാടുകൾ, പരസ്യമായ സ്ത്രീവിരുദ്ധ നിലപാടുകൾ എടുക്കുന്നു. ആക്രമിക്കപ്പെട്ട നടിയുമായി ബന്ധപ്പെട്ട് നോക്കുകയാണെങ്കിൽ ഏറ്റവും മോശം നിലപാടെടുത്തൊരു സംഘടനയാണ്. ഇങ്ങനെയൊക്കെ കണ്ടതിൽ നിന്ന് ഒരു പ്രതീക്ഷ വരുന്ന പോലെയായിരുന്നു പുതിയ നേതൃത്വം വരുന്നത്. പക്ഷെ ചുരുങ്ങിയ കാലയളവിൽ തന്നെ ആ നേതൃത്വം ഇല്ലാതായി പോകുന്നൊരു സിനാരിയോ വരുന്നു. അതിനുശേഷമുള്ള അൻസിബയുടെ സ്റ്റേറ്റ്മെൻറ്റ് നോക്കിയായിരുന്നു, ഭയങ്കര ക്ലാരിറ്റിയിലാണ് അൻസിബ ഒരു കാര്യം പറയുന്നത്. അപ്പം എല്ലാ കാര്യങ്ങളും പുറത്തറിയില്ല, കാരണം ഇത് എക്സിക്യൂട്ടീവ് കമ്മിറ്റിയാണ്. ചിലപ്പം മീഡിയ ലീക്ക് ചെയ്ത് വരുന്നതോ ഏകപക്ഷീയമായ റിപ്പോർട്ടിംഗ് ആയിരിക്കും വരുന്നത്. അതിനകത്ത് തന്നെ പറയുന്ന ഏതെങ്കിലും വൺ സൈഡഡ് ആയിട്ടുള്ള ഓഡിയോ ലീക്ക് ചെയ്തിട്ടായിരിക്കും വരുന്നത്. ഇങ്ങനെയൊക്കെ ഒരു പാതി മുറിഞ്ഞാണല്ലോ പുറത്തെത്തുന്നത്. പിന്നെ ഇതൊരു പബ്ലിക് വെന്യൂവിൽ നടക്കാത്ത കാര്യമായതുകൊണ്ട് ആർക്കും ഇതിനെക്കുറിച്ചൊരു ക്ലാരിറ്റി കിട്ടില്ല. പക്ഷേ എനിക്ക് ഏറ്റവും പ്രധാനമായിട്ട് തോന്നിയത് ഒരുപക്ഷെ ഈ താരസംഘടന ഉണ്ടായത് മുതൽ ഇന്നേ വരെയുള്ളൊരു ചരിത്രത്തിലില്ലാത്ത കാര്യമാണ് അതിൻ്റെ പ്രധാന ഭാരവാഹിത്വത്തിലുള്ള ഒരാൾക്കെതിരെ ഒരു മതതീവ്രവാദ ആരോപണം ഉണ്ടാക്കുക, അല്ലെങ്കിൽ അയാളെ ഏതെങ്കിലും രീതിയിൽ ഒരു ക്യാരക്ടർ അസാസിൻ ചെയ്യുന്ന രീതിയിലോ അല്ലെങ്കിൽ ഒരു വർഗീയ ചാപ്പ കുത്തുന്നൊരു ഇത് നടത്തുക എന്നുള്ളത് ഒരുപക്ഷെ ഒരു ആക്ടർ എന്നുള്ള രീതിയിൽ എൻ്റെ കരിയറിൽ പോലും ഏറ്റവും വ്യക്തിപരമായി വേദനിപ്പിച്ചൊരു സംഗതി ഇങ്ങനെയായിരിക്കുമല്ലോ. എന്നുവെച്ചാൽ സ്വന്തം സഹപ്രവർത്തകരിൽ നിന്നാണല്ലോ ഇത് ഉണ്ടായിരിക്കുന്നത് അല്ലേ? ഉറപ്പായിട്ടും. നമ്മളൊക്കെ നാരായൺ പോലെയുള്ള സിനിമകൾ കണ്ട് വന്ന ആളുകളാണ്. അപ്പോൾ സിനിമയെ ഇഷ്ടപ്പെടുന്ന ആൾക്കാരായിരിക്കുമല്ലോ സിനിമയിൽ വന്നിട്ടുണ്ടാവുക. എനിക്ക് തോന്നുന്നത് വളരെ മൈനോറിറ്റി ഉണ്ടാവുള്ളൂ സിനിമ കാണാതെ സിനിമയിൽ ഭാഗ്യം കൊണ്ട് വന്നിട്ട് സിനിമയിൽ സ്റ്റാർസ് ആയിട്ടുള്ളവർ. ഞാൻ പലരിടത്തും സംസാരിക്കുമ്പോൾ ചിലരൊക്കെ ആ സിനിമ ഏതാ, കിരീടം എന്ന് പറഞ്ഞ സിനിമ കാണാത്ത ആർട്ടിസ്റ്റ് ഉണ്ട് കേട്ടോ. അപ്പോൾ ഞാൻ ഒരു ആർട്ടിസ്റ്റ് നമ്മുടെ അമ്മ വേദിയിൽ സംസാരിക്കുമ്പോൾ ഇതാരാണെന്ന് എന്നോട് ചോദിച്ചു, പുതിയ വന്നൊരു മെമ്പർ. ഞാൻ കുറ്റപ്പെടുത്തല്ല, ഞാൻ പറയാണ്, കാണാത്തവരുണ്ട്. അപ്പം ഞാൻ പറഞ്ഞു ഇത് കിരീടത്തിൽ അഭിനയിച്ചിട്ടുണ്ടായിരുന്നു. അതേതാ പടം? ഞാൻ ഞെട്ടിപ്പോയി. അന്ന് ഞാനിങ്ങനെ ആഗ്രഹിച്ചു, അമ്മയിൽ അറ്റ്ലീസ്റ്റ് മെമ്പർഷിപ്പ് കൊടുക്കുമ്പോഴേ ഒരു 20 വർഷം മുമ്പെങ്കിലും വരെയുള്ള സിനിമകൾ കണ്ട ആളുകളായിരിക്കണം, ഒരു ചെറിയൊരു ക്വസ്റ്റ്യനെയർ കൊടുക്കണം, ഇത് ഇത്ര സിനിമകളെയും കണ്ടിട്ടുണ്ടോ എന്നുള്ള. എനിക്കത് ഭയങ്കര വിഷമം തോന്നി. പിന്നെ ഞാൻ വിചാരിച്ചു അങ്ങനെയല്ല, അത് ഓരോരുത്തരുടെ ജീവിത സാഹചര്യവും ഒക്കെ ആയിരിക്കും. അപ്പോൾ അതുകൊണ്ട് അത് അറിയാത്ത ആളുകളാണ്. അപ്പോൾ സിനിമയെ പറ്റി അറിയാത്ത ആളുകളുണ്ട്, സിനിമയെ പറ്റി അറിഞ്ഞു വരുന്ന ആൾക്കാരുണ്ട്. അങ്ങനെ ഇരിക്കെ പെട്ടെന്ന് ഒരു വർഗീയവാദിയാക്കാൻ നോക്കുക, അതൊക്കെ കേൾക്കുമ്പോൾ ഭയങ്കര വിഷമം തോന്നും. അതിലുപരി ഒരു അഭിനേത്രിയെ വർഗീയവാദിയാക്കാൻ ശ്രമിക്കുന്നതിലുപരി എനിക്ക് വിഷമമുള്ളൊരു കാര്യം, നമ്മുടെ ഇന്നത്തെ ഒരു സാമൂഹിക വ്യവസ്ഥ എല്ലാവർക്കും അറിയാം. അപ്പോൾ പത്രം വായിക്കുന്നവരാണ് എല്ലാവരും. ഇനി പത്രം വായിക്കാത്തവരാണെങ്കിലും സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമുകളിലൂടെ നമ്മളെല്ലാ ന്യൂസുകളും കാണുന്ന ആൾക്കാരാണ്. അപ്പോൾ ഞാൻ ഇസ്ലാം മത വിശ്വാസിയാണ് എങ്കിൽ പോലും എല്ലാ റൂൾസും പാലിച്ച് ജീവിക്കുന്ന ഒരാളല്ല ഞാൻ. അങ്ങനെയുള്ള എന്നെ വർഗീയവാദിയാക്കാൻ ഇത്ര ഈസി ആയിട്ട് പറ്റുമെങ്കിൽ ഈ റൂൾസ് എല്ലാം പാലിച്ച് ജീവിക്കുന്ന ഒരുപാട് പേരുണ്ട് ഇവിടെ. അങ്ങനെയുള്ളവരങ്ങനെ ആക്കില്ലേ? ഞാൻ പെട്ടെന്ന് ഭയപ്പെട്ടൊരു കാര്യം അതാണ്. അപ്പോൾ അത് ഒരു മതത്തിൽ നിന്നല്ല, എല്ലാ മതത്തിലുള്ള ആളുകളെയും വർഗീയവാദികളാക്കാൻ എളുപ്പമുള്ളൊരു സാഹചര്യം എന്തിനാണ് സൃഷ്ടിക്കുന്നത്, പ്രത്യേകിച്ച് കലാകാരന്മാരുടെ ഇടയിൽ. അപ്പോൾ അത് ചിലർ പറയും അത് തമാശയായിട്ട് പറഞ്ഞതല്ലേ. പക്ഷേ ഇതെങ്ങനെയാണ് തമാശയായിട്ട് പറയാൻ പറ്റുക? ഇതിലൊരിക്കലും തമാശ കാണാൻ പറ്റാത്തൊരു കാര്യമാണത്. വർഗീയത പറയുക, അല്ലെങ്കിൽ ജാതി പറയുക, അല്ലെങ്കിൽ വർണ്ണവിവേചനം, ഇതൊക്കെ നമ്മൾ കണ്ടിട്ടുമുണ്ട് കേട്ടിട്ടുണ്ട്. നമ്മൾ പണ്ട് മുതലേ കണ്ടിട്ടുണ്ടാവും കേട്ടിട്ടുണ്ട്. പക്ഷേ ഞാൻ എൻ്റെ ഡയറക്റ്റ് ലൈഫിൽ അങ്ങനെ ഇതുവരെ കണ്ടിട്ടുമില്ല കേട്ടിട്ടുമില്ലായിരുന്നു. പക്ഷെ അത് ഒക്കെ കേൾക്കാനും ഒക്കെ തുടങ്ങുമ്പോൾ നമുക്കത് ഉള്ളിൻ്റെ ഉള്ളിലൊരു നമ്മുടെ സമൂഹം എങ്ങോട്ടാണ് പോകുന്നത് എന്നുള്ളൊരു ഭയം എന്തായാലും ഉണ്ടാവും. ഈ സമൂഹത്തിലാണ് ഞാൻ ജീവിക്കേണ്ടത്. ഒരു കാര്യത്തിൽ എനിക്ക് വ്യക്തതയുണ്ട്, ഞാൻ സിനിമാ നടി ആവുമെന്ന് വിചാരിച്ച് ജനിച്ച ആളൊന്നുമല്ല.
നാളെ സിനിമ ഇല്ലെങ്കിൽ ഞാൻ മറ്റൊരു തൊഴിൽ ചെയ്ത് ജീവിക്കേണ്ട ആളാണ്. അപ്പോൾ അതുകൊണ്ട് ആ ഒരു ഭയം എനിക്ക് എന്തായാലും ഇല്ല. എനിക്കിപ്പോൾ നാളെ ഒരു സിനിമയില്ലെങ്കിലും ഞാൻ എന്നെക്കൊണ്ട് പറ്റുന്ന ഒരു ജോലി ചെയ്തിട്ട് ഞാൻ ജീവിക്കും, എൻ്റെ ഫാമിലി ഞാൻ റൺ ചെയ്യും. ആ ഒരു കരേജ് ഉള്ള ആളാണ് ഞാൻ. അതുകൊണ്ട് അത് പറഞ്ഞ് ഭയപ്പെടുത്തി നിശബ്ദയാക്കാനൊന്നും എന്നെ അങ്ങനെയൊന്നും ചെയ്യാൻ പറ്റൂല. പക്ഷെ എനിക്കത് പിന്നീട് പറയണം തോന്നി. ആദ്യം കേട്ടപ്പോൾ ഭയങ്കരമായിട്ട് വേദനയാണ് തോന്നിയത്. അപ്പൊ ഞാനിങ്ങനെ സ്വന്തം ഫ്രറ്റേണിറ്റി ആണല്ലോ കൂടെയുള്ളവർ, അതായത് കൂടെ ഉള്ളവർ കൂടെ ഇരിക്കുന്നവർ. അപ്പോൾ ആ കൂടെ ഇരിക്കുന്നവർ ഡയറക്റ്റ് പറഞ്ഞത് കേട്ടില്ലല്ലോ എന്നൊക്കെ ഒരു ചോദ്യം വരുമ്പോഴേ വളരെ വിശ്വസനീയമായിട്ടുള്ള ഇത്രയും, അതായത് നീന കുറുപ്പ് എന്ന് പറഞ്ഞ ചേച്ചി എത്രയോ വർഷമായിട്ട് സിനിമയിലുള്ള ഒരാളാണ്. ഞാൻ ജനിക്കുന്നതിന് മുന്നേ സിനിമയിൽ വന്ന ആളാണ് നീന ചേച്ചി. അത്രയും അന്തസ്സോടെ ജീവിക്കുന്ന ഒരു സ്ത്രീ എന്നോട് വന്ന് നുണം പറയേണ്ട ആവശ്യമില്ല. അപ്പോൾ അത് കൂടെ ഇരിക്കുന്നവരല്ല ആദ്യം മനസ്സിലാക്കേണ്ടത്. ഈ സമൂഹം അത് മനസ്സിലാക്കുന്നുണ്ട്, പക്ഷെ കൂടെ ഇരിക്കുന്നവർ അറ്റ്ലീസ്റ്റ് അതൊന്ന് ചോദിക്കാമല്ലോ. അതുപോലെ ഞാനിപ്പോൾ എന്താ പറയുക, ഒരു മതസ്ഥാപനത്തിൽ നിന്ന് ടൈറ്റിൽ സ്പോൺസർഷിപ്പ് സ്വീകരിക്കരുത് എന്ന് ഞാൻ പറയുന്നതിൻ്റെ റീസൺ എന്താണെന്ന് വെച്ചാൽ, ആ മതസ്ഥാപനത്തിൻ്റെ പണം ആ മതസ്ഥാപനത്തിനുള്ളതാണ്. അവിടെ വരുന്ന ഡിവോട്ടീസിനുള്ളതാണ് ആ പണം. അത് ഏത് മതസ്ഥാപനം ആയിക്കോട്ടെ. അത് ഒരു ചലച്ചിത്ര മേഖലയ്ക്ക് സംഭാവന ചെയ്യേണ്ട ഒരു പണമല്ല അത് നമ്മൾ വാങ്ങിക്കാനും പാടില്ല. അത് ഞാൻ വളരെ ശ്രദ്ധയാണ്. ഇപ്പം ഒരാൾ പറയും അൻസിബ ഒരു കാര്യത്തിൽ എൻകൗണ്ടർ ചെയ്യുമ്പോൾ, ഞാൻ ഈ ഒരു അമ്പല കമ്മിറ്റിയുടെ ഫണ്ട് എടുത്തിട്ട് അമ്മയ്ക്ക് സ്പോൺസർ ചെയ്തു എന്നുള്ള വിവാദത്തിൽ അൻസിബ വളരെ ക്ലാരിറ്റി പറഞ്ഞ് ഞാൻ വീഡിയോയിൽ ശ്രദ്ധിച്ചത്, അമ്മയുടെ ബൈലോയിലുണ്ട് ഇതൊരു ചാരിറ്റബിൾ ഇൻസ്റ്റിറ്റ്യൂഷനാണ്, ചാരിറ്റബിൾ സംഘടനയാണ്, അപ്പോൾ നിങ്ങൾക്ക് ഡൊണേഷൻ കൊടുക്കാം, സ്പോൺസർഷിപ്പ് ഓപ്ഷൻ ഇല്ല. അപ്പോൾ നമ്മൾ സ്പോൺസർഷിപ്പിൽ കാണുന്നത് ഹോം അപ്ലയൻസ് കമ്പനിയും അങ്ങനെ ഈ പറയുന്ന മറ്റ് പരസ്യം, ടെലിവിഷനും ഡിജിറ്റൽ മീഡിയക്കൊക്കെ പരസ്യം കൊടുക്കുന്ന സ്ഥാപനമാണ്. എല്ലാവരും സത്യത്തിൽ ഞെട്ടുന്ന സാധനം, കേരളത്തിലെ ഒരു അമ്പലത്തിന് എന്തിനാണ് അമ്മയുടെ ടൈറ്റിൽ സ്പോൺസർഷിപ്പ് കൊടുക്കേണ്ടത്? തിരിച്ച് സംഭവിക്കാം, ഏതെങ്കിലും താരപരിപാടി അവിടെ ഏതെങ്കിലും തരത്തിൽ കൊളാബറേറ്റ് ചെയ്യാം എന്നുള്ളതാണ്. പക്ഷെ അവിടെ പോലും അതിൻ്റെ മെറിറ്റിനെ, അതായത് ഈ സംഘടനയുടെ വിശ്വാസ്യതയും സംഘടനയുടെ സുതാര്യതയും സംഘടനയുടെ ഒരു എന്താ പറയുക ഐഡൻറ്റിറ്റി നിലനിർത്താൻ വേണ്ടി ഉന്നയിച്ചൊരു ചോദ്യത്തെ, ആ ഒരു സംഗതിയെ പോലും ഇപ്പുറത്തെ അവിടെയും ഒരു വർഗീയതയുടെ രീതിയിലേക്കാണ്. അതെ, അപ്പം ഞാനത് പറഞ്ഞത് ഞാൻ മുസ്ലിം ആയതുകൊണ്ടാണ് അങ്ങനെ പറയണതെന്ന് കേൾക്കുമ്പോൾ എനിക്കുള്ളൊരു വേദനയുണ്ട്. ഞാനൊരു ഇന്ത്യൻ പൗരയാണ്. അപ്പോൾ ചില കമൻറ്റുകളൊക്കെ കാണുമല്ലോ, പാകിസ്ഥാനിൽ പോകുന്ന പലയിടത്തും. അത് ഞാൻ ഓപ്പണായിട്ട് പറയാണ്, നമ്മൾ കാണുന്ന കമൻറ്റുകളാണത്. ഇത് കേൾക്കുമ്പോൾ ഒരു വേദന ആലോചിച്ചിട്ടുണ്ടോ? അത് കേൾക്കുമ്പോൾ ഉണ്ടാവുന്ന വേദന, ചിലരത് വളരെ നെഗ്ലക്റ്റ് ചെയ്ത് കളയും. ഞാൻ നെഗ്ലക്റ്റ് ചെയ്ത് കളയാറുണ്ടെങ്കിൽ പോലും എന്തിന് എന്നോടത് പറയണോ എന്നുള്ളൊരു ചോദ്യം വരുന്നില്ലേ? അപ്പോൾ അത് ഭയങ്കര വിഷമമുണ്ടാക്കുന്ന കാര്യമാണ്. അത് ഇന്ത്യയിൽ ജനിച്ച് വളർന്ന എല്ലാവരും ഇന്ത്യക്കാർ തന്നെയാണ്. അപ്പോൾ അത് പെട്ടെന്ന് ഒരാളോട് മാത്രം ആ ഒരു ചോദ്യം ചോദിക്കുമ്പോൾ പെട്ടെന്ന് ഒരാളെ മാത്രം പിക്ക് ചെയ്ത് അപ്പുറത്തിട്ട പോലെ തോന്നും. അത് ഭയങ്കര വിഷമമുണ്ടാക്കുന്ന കാര്യമാണ്. പ്രത്യേകിച്ച് നമ്മളൊരിക്കലും അങ്ങനെയൊന്നും ചിന്തിക്കാതെ ജീവിക്കുന്ന ഒരു സ്ഥലമാണ്, പ്രത്യേകിച്ച് കേരളം. അപ്പോൾ അങ്ങനെയുള്ളൊരു സ്ഥലത്ത് നിന്ന് അങ്ങനെയുള്ളൊരു അനുഭവം വരുമ്പോൾ വേദന ഉളവാക്കുന്ന കാര്യമാണ്. അത് ഇനി ഉണ്ടാവരുത് ഒരാൾക്കും. അതുകൊണ്ടാണ് ഞാനത് പബ്ലിക്കായിട്ട് എനിക്ക് പറയണമെന്ന് തോന്നിയത്. അപ്പം ഞാൻ രാജിവെച്ച സമയത്ത് പോലും കാര്യങ്ങളൊന്നും പറഞ്ഞിരുന്നില്ല. ഞാൻ ഫെബ്രുവരി 21 ഞാൻ രാജിവെച്ചു. അപ്പോൾ രാജിവെച്ച സമയത്ത് ഞാൻ എൻ്റെ വ്യക്തിഹത്യ ചെയ്ത കാര്യങ്ങൾ, എന്നെ ഇത്തരത്തിൽ വർഗീയവാദിയായിട്ട് മുദ്ര കുത്താൻ ശ്രമിച്ച കാര്യങ്ങൾ, ഇനി ഒരു സ്ത്രീയെ പറ്റി പറയാമെന്നല്ല, ഒരു മനുഷ്യനെ പറ്റി, ആണിനെ പറ്റിയാണെങ്കിലും പെണ്ണിനെ പറ്റിയാണെങ്കിലും ഇത്രയും അപവാദ കഥകളൊന്നും പറയാൻ പാടില്ല. അത്തരത്തിലാണ് അപവാദ കഥകൾ പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ അപവാദം പറയാന്നുള്ളത് കുറേയൊക്കെ നമ്മൾ സഹിക്കും, എന്നാലും കേൾക്കുമ്പോൾ നമുക്ക് എത്ര വിട്ടു കൊടുത്തു കഴിഞ്ഞാൽ അത് പോട്ടെ, എന്തെങ്കിലും പറയട്ടെ എന്ന് വിചാരിച്ചാലും വേദന വരും മനുഷ്യന്മാർക്ക്. അത് പറയുന്നു. ഒരു FIR പോലും ഇടാത്ത ഒരു ഒറ്റ നോട്ടത്തിൽ തന്നെ വ്യാജ പരാതിയാണെന്ന് മനസ്സിലാവുന്ന ഒരു കാര്യത്തിൽ വളരെ ഇൻഫ്ലുവൻസ് ഉണ്ടെന്ന് മനസ്സിലാക്കുന്ന തരത്തിൽ ഒരു പോലീസ് സ്റ്റേഷനിൽ വിളിച്ച് കയറ്റി 3 മണിക്കൂറോളം ഹരാസ് ചെയ്യാം. അത് നീ ഭയങ്കര ദൃശ്യം സിനിമയിൽ ഞാൻ ഇത്രയും ബുദ്ധിമുട്ടിയിട്ടില്ല. അപ്പൊ എനിക്ക് അത് ഭയങ്കര വേദനയായിരുന്നു അത്. അപ്പൊ ദൃശ്യം സിനിമയിൽ ഒരു ക്രൈം ചെയ്തിട്ട് ആ കുട്ടിക്ക് പോലീസ് സ്റ്റേഷനിൽ കയറേണ്ടി വന്നിട്ടില്ല. അപ്പൊ ഇത് ഒന്നും ചെയ്യാതെ പോലീസ് സ്റ്റേഷനിൽ കയറ്റിയിരുത്തി. അപ്പൊ അത് നമ്മുടെ ലോ പ്രകാരം നോട്ടീസ് ഇല്ലാതെ വിളിപ്പിക്കാൻ പാടില്ല. അപ്പൊ എനിക്കിതറിയില്ല. വിളിച്ച പാടെ കേട്ട പാതി കേൾക്കാത്ത പാതി ഞാൻ അങ്ങോട്ട് പോയി അവിടെ 3 മണിക്കൂറിലേറെ ഇരുന്നു. 10:30 എത്തി, 11 മണിക്ക് ക്യാബിനിലേക്ക് വിളിക്കുന്നു.
11:30ക്കാണ് ഈ പരാതി കൊടുത്ത വ്യക്തി അവിടെ എത്തുന്നത്. അത് കഴിഞ്ഞിട്ടിരുന്ന് പരാതി കൊടുത്ത ആളുടെ ഭർത്താവ്, എസ് ഐ 3 പേരും കൂടെ ഇങ്ങനെ ഇരുന്ന് ചോദ്യം ചോദിച്ചുകൊണ്ട് ഭയങ്കര ഇൻട്രോഗേഷനാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. എന്നിട്ട് പരാതി കൊടുത്ത ആൾ തന്നെ ഇത് റെക്കോർഡും ചെയ്യുന്നുണ്ട്. അത് പിന്നീടാണ് ഞാൻ അറിഞ്ഞത്. ഈ പരാതി കൊടുത്ത ആൾ പിന്നീട് മൊഴിയെടുക്കാൻ വേണ്ടി വിളിച്ച സമയത്ത് എൻ്റെ കയ്യിൽ 1 മണിക്കൂർ 17 മിനിറ്റ് എത്രയോ സെക്കൻഡ് ഡിജിറ്റൽ തെളിവുണ്ടെന്ന്. ഞാൻ ഞെട്ടിപ്പോയി. അത്രയും പ്ലാൻ ചെയ്ത് വന്നിരിക്കുകയാണ് അവിടെ. അതേ പരാതിക്കാരി തന്നെ ഇതിലൊന്നും കഴമ്പില്ല എന്ന് പോലീസ് പറഞ്ഞപ്പോൾ പറയുന്നത് ഈ കുട്ടി പറയുന്ന എല്ലാം നുണയാണ്. ഈ കുട്ടി അവിടെ വന്നിട്ട് ആകെ സ്പെൻഡ് ചെയ്തത് 20 മിനിറ്റാണെന്ന് പറഞ്ഞു. അതായത് മൊഴി കൊടുക്കാൻ പോകുന്നതിൻ്റെ മുന്നേ പരാതിക്കാരി പറഞ്ഞിട്ടുണ്ട് 1 മണിക്കൂർ 17 മിനിറ്റ് എത്രയോ സെക്കൻഡ് അൻസിബ സംസാരിക്കുന്ന അല്ലെങ്കിൽ അതിൻ്റെ ഡിജിറ്റൽ തെളിവുണ്ടെന്ന് പറഞ്ഞ ആളാണ് പിന്നീട് റിപ്പോർട്ട് വന്ന സമയത്ത് പറയുന്നത് 20 മിനിറ്റ് എങ്ങാണ്ടാണ് ആ കുട്ടി സംസാരിച്ചതെന്ന്. ഇതിൽ ഏറ്റവും വലിയ കോമഡി എന്താണെന്ന് വെച്ചാൽ എനിക്ക് പോലീസിൽ നിന്ന് ലഭിച്ച റിപ്പോർട്ടിലും ഈ 20 മിനിറ്റ് എങ്ങാണ്ടാണ് ഈ പരാതിക്കാരി പറഞ്ഞ അതേ ടൈം ഡ്യൂറേഷനാണ് കൊടുത്തിരിക്കുന്നത്. ഈ ഒത്തുകളി പോലെയാണ് ഇത് സംഭവിച്ചത്. വിസിബിൾ അല്ലേ ഒത്തുകളിയാണെന്നുള്ളത്. അപ്പോൾ റിപ്പോർട്ടിലാണെന്നുണ്ടെങ്കിൽ ഉണ്ടായ കോമഡി ആണെങ്കിൽ റിപ്പോർട്ടിൽ മെൻഷൻ ചെയ്തിരിക്കുന്നത്, അതായത് ഞാൻ മൊഴി കൊടുക്കാൻ പോയ സമയത്ത് എന്നെ വ്യാജമായിട്ട് ഉള്ളൊരു പരാതിയുടെ പുറത്ത് FIR പോലും ഇടാതെ 3 മണിക്കൂർ തൃപ്പൂണിത്തുറ വനിതാ സെല്ലിൽ എന്നെ ഹറാസ് ചെയ്തു എന്ന് പറഞ്ഞിട്ട് ഞാൻ മുഖ്യമന്ത്രിക്കും DGPക്കും ഒക്കെ കൊടുത്ത പരാതിയിലാണ് അന്വേഷണം ആരംഭിക്കാമെന്ന് പറഞ്ഞിട്ട് എന്നെ ACP സാറ് ഇവിടെ തൃക്കാക്കര എന്നെ വിളിച്ചു വരുത്തിയത്, മൊഴിയെടുത്തത്. അപ്പോൾ ആ മൊഴിയിൽ കൃത്യമായിട്ട് ഞാൻ ഒരു കാര്യം മെൻഷൻ ചെയ്തിട്ടുണ്ടായിരുന്നു. അവിടുന്ന് ഞാൻ ഹരാസ് ചെയ്യപ്പെട്ടതിൻ്റെ ഒരു ചെറിയ ഭാഗം മാത്രമേ മൊഴിയിൽ രേഖപ്പെടുത്തിയിട്ടുള്ളൂ. അല്ലാതെ ഈച്ച് ആൻഡ് എവറി സാധനം ഞാൻ പറഞ്ഞിട്ടില്ല. കാരണം ഒരുപാട് എഴുതേണ്ടി വരും. അപ്പോൾ അതൊന്ന് ചുരുക്കാം എന്ന് പറഞ്ഞിട്ടാണ് എഴുതിയത്. അത് എഴുതി അടിയിൽ ഞാൻ ഒരു കാര്യം വ്യക്തമായി എഴുതിയിട്ടുണ്ടായിരുന്നു. ഞാൻ തൃപ്പൂണിത്തുറ വനിതാ സെല്ലിൽ എന്നെ ഹരാസ് ചെയ്ത ഈ സമയത്ത് എനിക്ക് ആദ്യം ഈ ഖേദം, അതായത് ഈ പരാതിക്കാരിയോട് ഞാനൊരു മെസ്സേജ് അയച്ചു. ആ മെസ്സേജ് തെറ്റാണെന്ന് മറ്റുള്ളവർക്ക് തോന്നുന്നെങ്കിൽ ഞാൻ ഖേദം പ്രകടിപ്പിക്കുന്നെന്ന് എന്നെ ഫോഴ്സ്ഫുള്ളി ഖേദം പ്രകടിപ്പിക്കുന്ന എഴുതി ഒപ്പിടിപ്പിച്ചതാണ്. ഇത് പരാതിക്കാരി ഫോട്ടോ എടുത്തു. അപ്പം എനിക്ക് മനസ്സിലായി ഇത് ട്രാപ്പാണ്. കാരണം ഞാൻ ഇനി കമ്മിറ്റിയിൽ വന്ന് വാ തുറക്കാൻ പാടില്ല. അപ്പോൾ ഈ പേപ്പർ എടുത്ത് കാണിക്കും, കണ്ടോ ഈ കുട്ടിക്കെതിരെ ഞാൻ പരാതി കൊടുത്തിട്ടേ എനിക്ക് മാപ്പെഴുതി തന്നവളാണ് ഇവള്. എൻ്റെ ഡിഗ്നിറ്റിയെ ബാധിക്കുന്ന കാര്യമല്ലേ. എനിക്ക് നാളെ മുതൽ വാ തുറക്കാൻ പറ്റാത്തൊരവസ്ഥയല്ലേ. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ അതൊരു ബ്ലാക്ക് മെയിൽ പോലത്തെ ഒരു സംഭവമാണ്. അപ്പോൾ എനിക്ക് ഭയങ്കര പേടിയായി. അപ്പം ഞാൻ വിചാരിച്ചു ഇതെനിക്കും വേണം. അപ്പോൾ ഈ പരാതിക്കാരി അവിടെ ഇരുന്നിട്ട് പോലീസ് സ്റ്റേഷൻ മൊത്തം പരാതിക്കാരിയുടെ സാമ്രാജ്യം, മറ്റേ മഹിഷ്മതി സാമ്രാജ്യം പോലെയാണ് പെരുമാറിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ അവർ ഫോട്ടോ എടുക്കുന്നു, ഭവ്യതയോടെ നിൽക്കുന്നു. ബാക്കിയുള്ള ആൾക്കാരൊക്കെ SI ഉൾപ്പെടെ ഫോട്ടോ എടുത്തിട്ട് ഇറക്കുമ്പോൾ ഞാൻ പറഞ്ഞു എനിക്കിത് വേണം. അപ്പോൾ എൻ്റെ അടുത്ത് SI പറഞ്ഞു ഇല്ല അൻസിബയ്ക്ക് തരൂല്ല, ഇത് പരാതിക്കാരിക്ക് മാത്രമേ ഉള്ളൂ. ഞാൻ പറഞ്ഞല്ലോ എനിക്കിത് തന്നേ പറ്റുള്ളൂ. അപ്പോൾ പറഞ്ഞു ഇല്ല. അങ്ങനെ ഞാൻ അവിടുന്ന് ഇറങ്ങിയിട്ട് ഞാൻ ഡ്രൈവ് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ കരയായിരുന്നു. സൗണ്ടില്ല, ടിയർ ഡ്രോപ്സ് ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുക എനിക്ക്. കാരണം എനിക്ക് നാളെ മുതൽ സംസാരിക്കാൻ പറ്റൂല എനിക്ക്. അപ്പം ഞാൻ എൻ്റെ ഒരു സുഹൃത്തിനെ ഞാൻ കൂട്ടിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ സുഹൃത്ത് ലെഫ്റ്റ് സൈഡിൽ ഇരിക്കുന്നുണ്ട്. അപ്പോൾ എൻ്റെ അടുത്ത് പറയുന്നുണ്ട് കരയല്ലേ. ഞാൻ മറ്റൊരു സുഹൃത്തിൻ്റെ അടുത്ത് സംസാരിച്ചു. എൻ്റെ സുഹൃത്ത് സംസാരിച്ചിട്ട് പറഞ്ഞു, മറ്റൊരു സുഹൃത്തിനോട് പറഞ്ഞു അൻസിബ കരഞ്ഞുകൊണ്ടിരിക്കുകയാണ്, നമ്മളെന്താ ചെയ്യാന്ന്. അങ്ങനെ അദ്ദേഹം സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെ ഞാൻ വണ്ടി ഓടിച്ച് തിരിച്ച് കാക്കനാടുള്ള എൻ്റെ വീടിൻ്റെ അവിടെ വരെ എത്തിയപ്പോഴും ഞാൻ വണ്ടി നിർത്തി. പക്ഷെ ഞാൻ കരഞ്ഞുകൊണ്ടിരിക്കുക. എന്തിനാണ് എന്നോടത് ചെയ്തത്? ഒരു കാര്യം എനിക്ക് ഉറപ്പാണ്, എന്നെ ബ്ലാക്ക് മെയിൽ ചെയ്യുന്ന തരത്തിലേക്കാണ് അത് പോകാൻ പോണത്. കാരണം അത് പരാതിക്കാരിക്ക് മാത്രം ആ ഖേദപ്രകടനത്തിൻ്റെ ആ ഒരു പേപ്പർ ഫോട്ടോ എടുക്കാൻ സമ്മതിച്ചെങ്കിൽ അത് നാളെ അത് കാണിച്ച് എൻ്റെ വാ എപ്പോൾ വേണേലും അടപ്പിക്കാം. അപ്പോൾ എൻ്റെ ഒരു സുഹൃത്തും കൂടെ വന്നു. ഞങ്ങൾ 3 പേരും കൂടെ ചെന്നു. അപ്പോൾ മാധ്യമ സുഹൃത്തുക്കളായിരുന്നു 2 പേരും എന്നുള്ളത് കൊണ്ട് മാത്രം SI രേഷ്മ മാം അവരോട് സംസാരിച്ചപ്പോൾ 2 മാധ്യമപ്രവർത്തകരും പറഞ്ഞു ഞങ്ങളിത് മാധ്യമങ്ങളിൽ റിപ്പോർട്ട് ചെയ്യും. ഏകപക്ഷീയമായിരുന്നു മാഡം ചെയ്തത്. ഒരാൾക്ക് മാത്രം അങ്ങനെയാണെങ്കിൽ ഫോട്ടോ എടുക്കാൻ അനുവദിക്കരുതായിരുന്നു. ഇവിടെ നടന്നതുപോലും ഏകപക്ഷീയമായിരുന്നു. നോട്ടീസ് പോലും ഇല്ലാതെ 1 സെക്കൻഡ് പോലും പോലീസ് സ്റ്റേഷനിൽ ഒരാളെ വിളിച്ചിരുത്താനുള്ള അധികാരം പോലീസുകാർക്ക് ഇല്ല ഇന്ത്യൻ നിയമപ്രകാരം. അങ്ങനെ ഇരിക്കുന്നത് ചെയ്തത് മോശമാണ്. അങ്ങനെ പറഞ്ഞപ്പോൾ അവർ എന്നാൽ പിന്നെ അൻസിബ ഫോട്ടോ എടുത്തോട്ടെ ഈ ഖേദപ്രകടനത്തിൻ്റെ. അങ്ങനെ ഞാനത് ഫോട്ടോ എടുത്തു. ഫോട്ടോ എടുത്തപ്പോൾ
ഞാൻ ഞെട്ടിപ്പോയി ലിറ്ററലി. ഞാൻ എഴുതി ഒപ്പിട്ട് കൊടുത്തതിൻ്റെ, അതായത് ഞാൻ എഴുതി കഴിഞ്ഞിട്ട് ഒരു ഫുൾ സ്റ്റോപ്പ് ഇട്ടിട്ടുണ്ട്, അതിൻ്റെ താഴെ SI രേഷ്മ മാം ഒപ്പിട്ടിട്ടുണ്ട്, റൈറ്റ് സൈഡിൽ പരാതിക്കാരി ഒപ്പിട്ടിട്ടുണ്ട്, ഞാനും ഒപ്പിട്ടിട്ടുണ്ട്. പക്ഷെ ആ ഫുൾ സ്റ്റോപ്പിൻ്റെ താഴെ അടുത്തൊരു 2 വരി എഴുതി വെച്ചിരിക്കുകയാണ്, ഇതിന്മേൽ പരാതിക്കാരിയുടെ ഭർത്താവിന് ഇതിൻ്റെ ഒരു കോപ്പി വാട്സപ്പ് മുഖാന്തിരം അയച്ചു കൊടുത്തിട്ടുണ്ട്. അഡീഷണൽ എഴുതി വെച്ച 2 വരിയാണത്. ആ എഴുതിയ പേപ്പർ കണ്ടു കഴിഞ്ഞാൽ ഏത് കൊച്ചുകുട്ടിക്ക് പോലും മനസ്സിലാവും. ആദ്യം ഒരു ഫുൾ സ്റ്റോപ്പ് ഇട്ട് കഴിഞ്ഞിട്ട് ആ ഫുൾ സ്റ്റോപ്പിൻ്റെ മേലെ പിന്നെ കുത്തിവര ഇടാനൊന്നും പറ്റൂലല്ലോ, അടുത്ത വരി എഴുതിയിട്ടിരിക്കുകയാണ്. എന്നിട്ട് ഈ SI രേഷ്മ മാം ഒപ്പിട്ടതിൻ്റെ ജസ്റ്റ് മേലെ കൂടെയാണ് ഇതിൻ്റെ ഒരു കോപ്പി ഭർത്താവിന് കൊടുത്തിട്ടുണ്ട് എന്നുള്ള ആ ഒരു ലൈൻ പോയിരിക്കുന്നത്. സാധാരണ അങ്ങനെയുള്ള എന്തെങ്കിലും ഒരു പബ്ലിക് ഡയറിയിലാണ് ഇത് എഴുതി വെച്ചിരിക്കുന്നത്. ഒപ്പ് ക്ലീൻ ആയിരിക്കണം, ഒപ്പിൻ്റെ മേലെ കൂടെ ഒരു അക്ഷരം പോലും പോകാൻ പാടില്ല. അക്ഷരം പോയിട്ടുണ്ട്, ഇങ്ങനെ ഒരു ഇത് എഴുതി. അപ്പം ഞാൻ ഇതില്ലായിരുന്നു. അതായത് പരാതിക്കാരി ആദ്യം ഫോട്ടോ എടുത്തപ്പോൾ ഈ സംഭവം ഇല്ലായിരുന്നു. പരാതിക്കാരിയെ കൊണ്ട് ഇപ്പോൾ പോലീസുകാർക്ക് അത് ഡിലീറ്റ് ചെയ്യിപ്പിച്ചിട്ട് വീണ്ടും പുതിയത് കൊടുക്കാൻ പറ്റും. പക്ഷേ എനിക്ക് തന്നപ്പോൾ ഈ 2 വരി എക്സ്ട്രാ കിടക്കുകയാണ്. അപ്പം ഞാൻ അത് വാങ്ങിച്ച് ഞാൻ വീട്ടിലെത്തിയിട്ട് ഞാൻ വീട്ടിലൊക്കെ ഇത് സംസാരിച്ചു, സുഹൃത്തുക്കളോട് പറഞ്ഞു ഇങ്ങനെ 2 വരി എക്സ്ട്രാ എഴുതി വെച്ചിട്ടുണ്ട്. അത് എന്തിനാണ് എഴുതിയതെന്ന് എനിക്കിപ്പോഴും മനസ്സിലായിട്ടില്ല. പക്ഷേ ഞാനെന്ന ഒരു വ്യക്തി പോയതിന് ശേഷം അങ്ങനെ എഴുതി വെച്ചതിൻ്റെ അർത്ഥം എന്താണ്? അപ്പോൾ ഇത്തരത്തിൽ എഴുതി വെക്കൂലേ, മറ്റുള്ളവരുടെ അവസ്ഥ എന്തായിരിക്കും? അപ്പം ഞാൻ വിചാരിച്ചത് ഞാൻ ഫൈറ്റ് ചെയ്തേ പറ്റുള്ളൂ. അത് ഫൈറ്റ് ചെയ്യണമെന്ന് എൻ്റെ മനസ്സിൽ അപ്പോഴേ ഉണ്ടായിരുന്നു. അപ്പം ഞാനിത് അങ്ങനെയാണ് ഞാൻ രാജിവെച്ചൊക്കെ കഴിഞ്ഞ് ഞാൻ ആദ്യം ഒന്നും പറയണ്ടെന്ന് വിചാരിച്ചു. പിന്നെ അപവാദ പ്രചരണങ്ങൾ കൂടിക്കൊണ്ടേയിരിക്കുകയാണ്. അപ്പോൾ ഞാൻ വിചാരിച്ചു ഓക്കെ, ഇനി ഞാനിത് പബ്ലിക്കലി ഡീൽ ചെയ്യുന്നതായിരിക്കും നല്ലത്. അപ്പോൾ ഞാൻ മൊഴി കൊടുത്ത സമയത്ത് കൃത്യമായിട്ട് ഈ ഒരു കാര്യം പറഞ്ഞിട്ടുണ്ടായിരുന്നു. SI രേഷ്മ മാം 2 വരി എക്സ്ട്രാ എഴുതി ചേർത്തിട്ടുണ്ടായിരുന്നു. ഒരിക്കലും ഒരു പോലീസുകാരുടെ ഭാഗത്തുനിന്നത് ഉണ്ടാവാൻ പാടില്ല എന്നുള്ളത്. അപ്പോൾ അത് മൊഴിയിൽ രേഖപ്പെടുത്തിയതാണ്. പക്ഷെ റിപ്പോർട്ടിൽ വന്നിരിക്കുന്നത് എന്താണെന്നറിയോ? റിപ്പോർട്ടിൽ കുറേ എല്ലാം അതായത് ഞാൻ രണ്ടാമത് പരാതി കൊടുത്തല്ലോ. അപ്പോൾ എനിക്കെതിരെ ആദ്യം പരാതി കൊടുത്ത വ്യക്തിയെയും പോലീസുകാരിയെയും സംരക്ഷിച്ചുകൊണ്ടുള്ള റിപ്പോർട്ടാണ് മൊത്തത്തിൽ. ഞാൻ നുണ പറയുന്നു എന്നുള്ള രീതിയിലാണ് റിപ്പോർട്ട് മുഴുവൻ. എന്നിട്ട് ഏറ്റവും അടിയിൽ എഴുതിയിരിക്കുന്ന ഒരു വാചകം കൂടെ ഉണ്ട്. പിന്നെ SI രേഷ്മ മാം എക്സ്ട്രാ 2 വരി ആഡ് ചെയ്തിരുന്നു എന്നുള്ള കാര്യം അൻസിബ മൊഴി പറഞ്ഞപ്പോൾ രേഖപ്പെടുത്തിയിരുന്നില്ല. അതിനിവിടെ അർത്ഥമില്ലാത്തതുകൊണ്ട് റിപ്പോർട്ടിൽ അത് രേഖപ്പെടുത്താൻ സാധിക്കില്ല എന്ന്. റിപ്പോർട്ടിൽ ഞാൻ ഇത് കണ്ട ഉടനെയാണ് ഞാൻ ACP ഓഫീസിലേക്ക് വിളിച്ചിട്ട് ഞാൻ പറഞ്ഞു എനിക്ക് ACPയുടെ നമ്പർ വേണം. ACPയുടെ ഫോൺ നമ്പർ വാങ്ങിച്ച് ഞാൻ വാട്സപ്പിൽ ഞാൻ റിക്വസ്റ്റ് അയച്ചു, എനിക്ക് ഞാൻ തന്ന മൊഴിയുടെ പകർപ്പ് വേണമെന്ന്. അങ്ങനെ ആ മൊഴിയുടെ പകർപ്പ് ഞാൻ വാങ്ങിച്ചപ്പോൾ ഞാൻ പറഞ്ഞിട്ടുണ്ട് SI രേഷ്മ മാം 2 വരി എക്സ്ട്രാ ആഡ് ചെയ്തിട്ടുണ്ട് എന്നുള്ളത്. പക്ഷെ റിപ്പോർട്ടിൽ പറയണത് ഈ കാര്യം ഞാൻ മെൻഷൻ ചെയ്തിട്ടേ ഇല്ല എന്നാണ്. അപ്പോൾ എന്തൊരു ഇൻഫ്ലുവൻസ് ആണ് അവിടെ. അല്ല, നമ്മളിപ്പോൾ പുറത്തുനിന്ന് നോക്കുമ്പോഴേ നമ്മൾ പറഞ്ഞല്ലോ, ഇത് വലിയൊരു മഞ്ഞുമലയിലെ ഒരു 10% മാധ്യമങ്ങൾക്കും പൊതുസമൂഹത്തിനും അറിയുള്ളൂ. അവിടെ തന്നെ പൊതുസമൂഹം എന്താ നോക്കുന്നത്? പൊതുസമൂഹം ഇതൊരു ഗ്ലാമർ വേൾഡ്, ഷോ ബിസിനസ്, അവിടെ താരങ്ങളുടെ ഒരു ഭയങ്കര ഒരു പളപളപ്പുള്ള ഒരു വേദിയിലുള്ള ഒരു പ്രശ്നം. അതായത് ചില ഒരു ടെലിവിഷൻ ചാനൽ തന്നെ ഇതൊന്നും ഞങ്ങൾ റിപ്പോർട്ട് ചെയ്യില്ല എന്നടക്കം പറയുന്നു. പക്ഷെ നമ്മൾ ഇപ്പുറത്തെ സൈഡ് നോക്കുമ്പോൾ മോഹൻലാലും മമ്മൂട്ടി മുതൽ ഇന്നലെ അമ്മ മെമ്പർഷിപ്പ് എടുത്ത താരങ്ങളുടെ വരെ ക്ഷേമ പ്രവർത്തനത്തിന് അവരെ സംബന്ധിച്ചിടത്തോളം അവരുടെ എല്ലാ തരത്തിലുള്ള ക്ഷേമ പ്രവർത്തനങ്ങൾക്ക് വേണ്ടിയിട്ടും ഒരുമയ്ക്ക് വേണ്ടിയിട്ടും രൂപം കൊടുത്തൊരു സംഘടന, ആ സംഘടനയുടെ തലപ്പത്തേക്ക് എതിരില്ലാതെ തിരഞ്ഞെടുക്കപ്പെട്ട ഒരു യുവതാരം. അപ്പോൾ അവർ ഇതിൻ്റെ പ്രവർത്തനങ്ങളുമായി മുന്നോട്ട് പോകുന്ന സമയത്ത് അതിൻ്റെ ബൈലോയിൽ പ്രകാരമുള്ളൊരു ഒരു ബൈലോ ലംഘനത്തെ ചോദ്യം ചെയ്തപ്പോൾ അവിടെ നടക്കുന്ന ഈ പറയുന്ന സംഘടനയുടെ ചട്ടക്കൂടിന് പുറത്ത് നിൽക്കുന്ന കാര്യങ്ങൾ ചോദ്യം ചെയ്യപ്പെടുമ്പോൾ അവരെ ഒരു ഇസ്ലാമിക വർഗീയവാദിയായിട്ട് ചിത്രീകരിക്കുന്നു. അവർ നടത്തിയ ആ ചോദ്യം ചെയ്യൽ പോലും ഒരു വർഗീയ ചാപ്പകുത്തലിലേക്ക് വരുന്നു. അതിനുശേഷം ഈ പറയുന്നൊരു എന്താ പറയുക, ഒരു പോലീസിങ്ങിലേക്ക് നടക്കുന്ന പോലത്തെ ഒരു ക്രൈം ചെയ്യുന്നു, ക്യാരക്ടർ അസാസിൻ ചെയ്യപ്പെടുന്നു. ഇതൊക്കെയാണല്ലോ അൻസിബ ശരിക്കും ഉന്നയിക്കുന്ന പ്രശ്നങ്ങൾ. അത് വേണ്ട വിധം സംഘടനയ്ക്ക് പുറത്തോ പൊതുസമൂഹമോ ഒന്നും തന്നെ അഡ്രസ്സ് ചെയ്യപ്പെട്ടിട്ടില്ലെന്ന് തോന്നുന്നുണ്ട്. കാരണം ഇതെല്ലാം അൻസിബയ്ക്ക് തന്നെ എത്രയോ വട്ടം പറയുന്നതിന് ശേഷമാണ് അൻസിബ പറയുന്നതിൽ പൊരുളുണ്ട്. ഒരുപക്ഷെ ഈ രാജിവെച്ചതിന് ശേഷം അൻസിബ പലപ്പോഴും അപ്പോൾ സംഘടനയ്ക്കകത്തൊരു പോരാട്ടം നടത്തുന്നു, ഇപ്പുറത്ത് പോലീസുമായി ബന്ധപ്പെട്ട് ഒരു നിയമപരമായ പോരാട്ടം നടത്തുന്നു. അപ്പോൾ എന്നിട്ട് ഈ പറയുന്ന നേരത്തെ പറഞ്ഞൊരു സൈബർ ബുള്ളിയാണ് നടക്കുന്ന സ്പേസിൽ അവിടെ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നു, മീഡിയയിൽ പോയിട്ട് സ്വന്തം ഭാഗം വിശദീകരിക്കേണ്ടി വരുന്നു. അപ്പോൾ ഇതൊരു വലിയ തോതിലുള്ളൊരു ഫൈറ്റ് അവിടെയും ഈ എന്താ പറയുക
ആനുപാതികമായിട്ടുള്ളൊരു നീതി കിട്ടുന്നില്ല എന്നുള്ള തോന്നലാണോ ഇപ്പോൾ ഉള്ളത്? ഭയങ്കരമായിട്ടുള്ളൊരു സ്ട്രെസ്സാണ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ. വല്ലാത്തൊരു അവസ്ഥയാണത്. അപ്പോൾ ഞാൻ ഫൈനാൻഷ്യലി ഭയങ്കര സ്റ്റേബിൾ ആയിട്ടുള്ള ഒരാളൊന്നുമല്ല. ഞാൻ കുറേ പേര് കളിയാക്കുന്ന പോലെ ദൃശ്യം സ്റ്റാർ എന്ന് പറയുന്നത് പോലെ ഒരു സ്റ്റാർ തന്നെയാണ്. പക്ഷേ ഞാൻ അല്ലാതെ കുറച്ച് പടങ്ങൾ, കുറച്ച് വർക്ക്സ്, TV ഷോസ് ഒക്കെ ചെയ്യുന്നുണ്ട്. അപ്പോൾ അങ്ങനെ റവന്യൂ ജനറേറ്റ് ചെയ്ത് മുന്നോട്ട് പോകുന്ന ഒരാളാണ് ഞാൻ. അപ്പോൾ എനിക്ക് എൻ്റെ ആത്മാഭിമാനത്തെ ചോദ്യം ചെയ്തതാണ് എൻ്റെ പ്രശ്നം. അപ്പോൾ എനിക്ക് തെളിയിക്കണം. എനിക്ക് അഭിമാനമുള്ള ആളാണ് ഞാൻ. അതിനു വേണ്ടിയിട്ട് ഞാൻ ഏതറ്റം വരെയും പോരാടാൻ തയ്യാറാണെന്നുള്ള എൻ്റെ ആത്മവിശ്വാസത്തിൻ്റെ പുറത്താണ് ഞാൻ ഇറങ്ങി തിരിച്ചത്. അല്ലാതെ എനിക്ക് വേറെ ഒന്നുമില്ല. എൻ്റെ ആത്മാഭിമാനത്തെ ചോദ്യം ചെയ്തു എന്നുള്ളതാണ് എൻ്റെ പ്രശ്നം. പക്ഷേ അൻസിബ നിലപാടെടുത്തതും അൻസിബയുടെ നിലപാടുകളെല്ലാം ഈ പറയുന്ന മലയാളത്തിലെ സൂപ്പർ താരങ്ങൾ നടക്കുന്ന ഒരു സംഘടനയ്ക്ക് വേണ്ടിയിട്ടാണല്ലോ. ആ സംഘടനയുടെ നല്ല നടപ്പിന്, അല്ലെങ്കിൽ സംഘടന നല്ല നിലയ്ക്ക് മുന്നോട്ട് പോകണം എന്ന് കരുതിയിട്ടാണല്ലോ. സംഘടന സുഗമമായി മുന്നോട്ട് പോകുകയാണ്. പക്ഷേ ഇപ്പുറത്ത് അതിൻ്റെ ഒരു സ്കേപ്പ് ഗോഡ് ആവുന്നത്, ബലിയാടാവുന്നത് ഒറ്റയ്ക്കാണ്. അവിടെ സ്വയം പ്രതിരോധിക്കേണ്ടി വരുന്നു, സ്വയം കേസ് നടത്തേണ്ടി വരുന്നു. അത് ശരിക്കും എന്തുകൊണ്ടാണ് ഈ പറയുന്ന സംഘടനയ്ക്ക് ഇത്രയും ഇൻഫ്ലുവൻസിങ് ഉണ്ടല്ലോ? ഞാൻ സ്ട്രേറ്റ് പറയുകയാണെങ്കിൽ ഇപ്പം ദൃശ്യത്തിൽ ജോർജ് കുട്ടി മൂത്ത മകളെ പ്രതിരോധിക്കാനും സപ്പോർട്ട് ചെയ്യാനും വരുന്നത് പോലെ ഇപ്പുറത്ത് അമ്മയുടെ മുൻ നേതൃതലത്തിലുള്ളവരായിരുന്നു മമ്മൂട്ടി, മോഹൻലാൽ അടക്കമുള്ളവർ. അവിടെ ഒരാൾ നീതിക്ക് വേണ്ടിയിട്ടുള്ള പോരാട്ടം നടത്തുമ്പോൾ അവിടെ ഒറ്റപ്പെടുന്ന സിനാരിയോ ഉണ്ടോ? അല്ലെങ്കിൽ ജനറൽ ബോഡി പോലത്തെ ഒരു സ്ഥലത്ത് വേണ്ടത്ര പിന്തുണ ഉണ്ടായിരുന്നോ? ജനറൽ ബോഡി എത്തിയപ്പോഴാണ് എനിക്ക് അവർ പിന്തുണ കിട്ടിയത്. ജനറൽ ബോഡിയിൽ ഇപ്പോൾ പ്രധാന താരങ്ങൾ അല്ലെങ്കിൽ സൂപ്പർ താരങ്ങൾ എന്ന് പറയുന്ന താരങ്ങളിലാകെ ലാലേട്ടൻ മാത്രമേ പങ്കെടുത്തിട്ടുള്ളൂ. ഇപ്പോൾ ലാലേട്ടൻ വ്യക്തമായി പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഞാൻ വ്യക്തിപരമായിട്ടൊരു കാര്യം ഞാൻ പറയില്ല, കാരണം 504 പേരുടെ ഒരു സംഘടനയാണ്. അപ്പോൾ ഇവിടുത്തെ മെജോറിറ്റി പറയുന്നതാണ്, അതിൻ്റെ കൂടെയാണ് ഞാൻ നിൽക്കുക. ജനറൽ ബോഡി എന്ത് പറയുന്നു അതിൻ്റെ കൂടെ ഞാൻ നിൽക്കുന്നു വ്യക്തമായിട്ട് ലാലേട്ടൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ ലാലേട്ടൻ എൻ്റെ ഭാഗത്ത് എനിക്ക് വേണ്ടിയിട്ട് നിൽക്കുക അങ്ങനെയൊന്നുമില്ല. ജനറൽ ബോഡി എന്ത് പറയുന്നു ആ ഭാഗത്ത് നിൽക്കാം എന്ന് മാത്രമാണ് പറഞ്ഞത്. അപ്പോൾ എനിക്ക് എൻ്റെ ഭാഗം പ്രൂവ് ചെയ്യുന്നത് എൻ്റെ അത്യാവശ്യകതയായിരുന്നു. ഞാൻ എല്ലായിടങ്ങളിലും എനിക്ക് പ്രൂവ് ചെയ്യണം. അപ്പോൾ എനിക്ക് വേണ്ടി സംസാരിക്കാൻ വേറെ ആരുമില്ല. അപ്പോൾ എൻ്റെ ബുദ്ധിമുട്ട് കണ്ടിട്ടായിരിക്കും ചിലപ്പോൾ മാല ചേച്ചി വന്ന് സംസാരിക്കാൻ. അതുപോലെ ജനറൽ ബോഡിയിൽ എനിക്ക് ഒരുപാട് പേര് സംസാരിച്ചിട്ടോ. മാല പാർവതി ചേച്ചി, ഉഷ ഹസീന ചേച്ചി, പൊന്നമ്മ ബാബു ആൻറ്റി, കന്യ ചേച്ചി, ഒത്തിരി പേര്. അതൊന്നും എനിക്ക് എൻ്റെ ലൈഫിൽ ഒരിക്കലും മറക്കാൻ പറ്റൂല. അപ്പോൾ അവരൊക്കെ എനിക്ക് വേണ്ടി ഒരുപാട് സംസാരിച്ച വ്യക്തികളാണ്. അവർക്ക് ഞാൻ പ്രത്യേകിച്ചൊന്നും കൊടുത്തിട്ടൊന്നുമില്ല. എൻ്റെ കയ്യിൽ പ്രത്യേകിച്ച് അവർക്ക് കൊടുക്കാനോ ഒന്നുമില്ല, അവർക്ക് ഞാൻ കൊടുക്കേണ്ട ആവശ്യമില്ല. പക്ഷെ അവർ അതിൻ്റെ ഒരു സത്യം കണ്ടിട്ടാണ് കൂടെ നിൽക്കുന്നത്. അതുപോലെ ജനറൽ ബോഡിയിലുണ്ടായിരുന്ന 99% ആൾക്കാർ എന്നെ സപ്പോർട്ട് ചെയ്തിട്ടാണ്. അതെല്ലാവരും എനിക്ക് തോന്നുന്നത് ഒരുപക്ഷെ പുറത്തേക്ക് വന്ന പല ആളുകളെയും അൻസിബയുടെ അവിടുത്തെ പ്രസംഗം ശരിക്കും ഭയങ്കര ഒരു ഗെയിം ഷിഫ്റ്റിംഗ് പോലെയായി മാറി. അതായത് മുഴുവൻ ആളുകൾക്കും കൺവിൻസ് ചെയ്യാൻ പറ്റുന്ന വിധത്തിൽ, അതായത് ഈ 500-ലേറെ ആളുകൾ എന്ന് പറഞ്ഞാൽ പല തലമുറയിൽപ്പെട്ട ആളുകളുണ്ട്, ഈ ഭരണതലത്തിലുള്ളവരായിട്ട് വ്യക്തിബന്ധമുള്ളവരുണ്ട്. പക്ഷേ ഇതിൻ്റെ ഒരു മെറിറ്റ്, ഇതിൻ്റെ ഒരു അവിടെ നടക്കുന്ന ഏതെങ്കിലും തരത്തിലുള്ള അനീതി ഉണ്ടെങ്കിൽ അത് ബോധ്യപ്പെടുത്താവുന്ന വിധത്തിൽ സംസാരിക്കാനായി എന്നുള്ളത് അതെങ്ങനെയായിരുന്നു? അത് എഴുതി തയ്യാറാക്കാതെ സംസാരിച്ചു? എന്താ ജനറൽ ബോഡിയാണ്ട് പുറത്തുള്ളവർക്ക് അറിയില്ലല്ലോ. അത് ഭയങ്കര സിനിമാറ്റിക് എലിവേറ്റഡ് സ്പീച്ച് ആയിരുന്നു എന്നൊക്കെ പുറത്ത് പല ആളുകൾ വന്നിട്ട് പറയുന്നുണ്ടായിരുന്നല്ലോ. അതെ, എനിക്ക് തോന്നുന്നത് എന്താ അറിയാം, നമുക്ക് നിവൃത്തികേട് വരുമല്ലോ. എൻ്റെ ഭാഗം പറയാൻ ഞാനേ ഉള്ളൂ. എൻ്റെ ഭാഗം പറയാൻ ആരുമില്ല, ഞാൻ തന്നെ പറയണം. ഞാൻ പറഞ്ഞത് പ്രൂവ് ചെയ്യേണ്ട അവസ്ഥയാണ്. അവിടെ എനിക്കൊരു അഡ്വക്കേറ്റിനെ കൊണ്ടുവന്ന് എനിക്ക് വേണ്ടി സംസാരിക്കാൻ പറ്റില്ല. എനിക്ക് കിട്ടുന്ന സമയമാണത്. അന്ന് സംസാരിച്ചില്ലെങ്കിൽ ഇനി ജീവിതത്തിൽ ഒരിക്കലും എനിക്ക് അങ്ങനെ സംസാരിക്കാനൊരവസരം കിട്ടൂല എന്നുള്ള ഉത്ബോധ്യത്തോടു കൂടി തന്നെയാണ് ഞാൻ സ്റ്റേജിൽ കയറി സംസാരിക്കാൻ തുടങ്ങിയത്. പക്ഷേ ഉള്ളിൻ്റെ ഉള്ളിൽ നിന്ന് വന്ന വാക്കുകളായിരിക്കും അത്, അല്ലാതെ എനിക്കറിയില്ല അതെന്താണെന്ന്. ഞാൻ ഉള്ളിൻ്റെ ഉള്ളിൽ നിന്ന് വന്ന കാര്യങ്ങളാണത്. ആ ഒരു ലിമിറ്റഡ് സമയം കൊണ്ട് എനിക്ക് പറഞ്ഞ് തീർക്കാൻ പറ്റി എന്നുള്ളതിലൊരു സമാധാനമുണ്ട്. അൻസിബ ഫെബ്രുവരി 17 രാജിവെക്കുന്നത്, ഫെബ്രുവരി 21 രാജിവെച്ചു. പക്ഷേ അൻസിബ ഉൾപ്പെട്ട ഈ വനിതാ ഭൂരിപക്ഷമുള്ള ഒരു നേതൃത്വത്തിൻ്റെ ഒരു വാഗ്ദാനമായിട്ട് പൊതുസമൂഹത്തിലേക്ക് വന്നതായിരുന്നു അനീതി കാട്ടിയെന്നും നീതി ലഭിച്ചില്ലെന്നും കണ്ടി ആക്രമിക്കപ്പെട്ട നടി ഈ സംഘടന വിട്ടുപോകുന്നൊരു സാഹചര്യം ഉണ്ടായിരുന്നു. അതിൻ്റെ തുടർച്ചയിൽ മറ്റു പലരും വിട്ടുപോയിരുന്നു. അങ്ങനെ ഒരു അതൃപ്തി അറിയിച്ചുകൊണ്ട് അവരെ തിരിച്ചു കൊണ്ടുവരുമോ എന്നുള്ളൊരു മാധ്യമപ്രവർത്തകരുടെ ചോദ്യത്തിന് അഡ്രസ്സ് ചെയ്തത് അതിനുള്ള ശ്രമം നടത്തുന്നുള്ളായിരുന്നു.
പക്ഷെ അങ്ങനെ ഒരു ശ്രമം ഉണ്ടായിട്ടില്ല എന്നുള്ളത് പിന്നീട് അൻസിബ തന്നെ പറയുന്നു. അതേ ഭരണസമിതി തന്നെ അത് ഭൂരിപക്ഷാഭിപ്രായം അതിനൊപ്പമല്ല എന്ന്, അതിനുശേഷം ജനറൽ ബോഡി നടക്കുന്നതിന് മുമ്പ് തന്നെ അങ്ങനെ എന്തോ ഒരു കമ്മ്യൂണിക്കേഷൻ നടത്തി. അതായത് നമ്മൾ ഇപ്പോൾ ഇറങ്ങിയ ഈ ഒരു കമ്മിറ്റി, ഞാൻ ഉൾപ്പെടെ ഉണ്ടായിരുന്ന കമ്മിറ്റി ജയിച്ച സമയത്ത് കഴിഞ്ഞ ഓഗസ്റ്റ് 15 ആ സമയത്തായിരുന്നു ഇങ്ങനൊരു വാഗ്ദാനം ഉണ്ടായിരുന്നത്. എല്ലാ മീഡിയാസിനോടും പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഇവിടുന്ന് പോയ അതിജീവിത ഉൾപ്പെടെയുള്ള എല്ലാവരെയും തിരികെ കൊണ്ടുവരുന്നു. അത് കഴിഞ്ഞിട്ട് ഇമ്മീഡിയറ്റ്ലി നടത്തിയ ഫസ്റ്റ് മീറ്റിംഗ്, അമ്മ ആസ്ഥാന മന്ദിരത്തിൽ വെച്ച് നടത്തിയ ഫസ്റ്റ് എക്സിക്യൂട്ടീവ് കമ്മിറ്റി മീറ്റിങ്ങിൽ ഈ വിഷയത്തെപ്പറ്റി സംസാരിച്ചു. പ്രസിഡന്റ് സംസാരിച്ചപ്പോൾ പറഞ്ഞു, അതിജീവിതയും പോയവരെയൊക്കെ തിരിച്ചു കൊണ്ടുവരാമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു പ്രസിഡന്റ്, പക്ഷെ ചില മെമ്പേഴ്സിന് അത് താല്പര്യമില്ല എന്ന് അവരെ അറിയിച്ചു എന്ന് പറഞ്ഞു. അപ്പോൾ അതെങ്ങനെ പറയാം, അങ്ങനെ ചില മെമ്പേഴ്സ് എന്ന് പറയുമ്പോൾ അല്ല പേഴ്സണലി വിളിച്ചു എന്നായിരിക്കാം ഉദ്ദേശിച്ചിട്ടുണ്ടാവുക. ആ ചില മെമ്പേഴ്സ് ആരാണെന്ന് പറയണം അല്ലേ, അല്ലെങ്കിൽ ഈ 504 പേരുടെയും നേരെയാണ് ഇങ്ങനെ വിരൽ ചൂണ്ടുന്നത്. അതുണ്ടാവാൻ പാടില്ല. അപ്പം അങ്ങനെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് ആരാണെന്ന് വ്യക്തമാക്കണമായിരുന്നു. അത് വ്യക്തമാക്കണമെന്ന് ആരും ഒന്നും ചോദിച്ചിട്ടുമില്ല, ഒരാളും ചോദിച്ചിട്ടില്ല, ഞാൻ ഉൾപ്പെടെ ചോദിച്ചിട്ടില്ല. അപ്പോൾ എൻ്റെ മനസ്സിലുള്ളൊരാഗ്രഹം, ജനറൽ ബോഡി വരുമ്പോൾ എല്ലാവരും ഇരുത്തിക്കൊണ്ട് ചോദിക്കുന്നതാണല്ലോ നല്ലത്. ഇരുത്തിക്കൊണ്ട് എനിക്കത് ചോദിക്കണം എന്നുണ്ടായിരുന്നു, എനിക്കത് ചോദിക്കാൻ പറ്റിയിട്ടില്ല. ഈ ജനറൽ ബോഡിയിലും എനിക്കത് ചോദിക്കാൻ പറ്റിയിട്ടില്ല. കാരണം എൻ്റെ വിഷയം തന്നെ എനിക്ക് പറഞ്ഞു തീർക്കാൻ എനിക്ക് അവസരം കിട്ടുന്നില്ലായിരുന്നു. എങ്ങനെയൊക്കെയോ അവസരം ഉണ്ടാക്കിയെടുത്തൊരു അവസരത്തിലാണ് ഞാനിത് പറയണത്. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ അത് കഴിഞ്ഞിറങ്ങിയ സമയത്ത് ഞാൻ റിക്വസ്റ്റ് ചെയ്തത്, അടുത്തൊരു കമ്മിറ്റി വരുമ്പോൾ തീർച്ചയായിട്ടും അവരെ വിളിക്കണം. വരുന്നതും വരാത്തതും അവരുടെ ഇഷ്ടമാണ്, പക്ഷെ വിളിക്കുക എന്നുള്ളത് ധാർമ്മികതയാണ്. അത് വിളിച്ചേ പറ്റുള്ളൂ. അതെൻ്റെ റിക്വസ്റ്റാണ് അടുത്ത കമ്മിറ്റിയോട്. ഇപ്പോഴും എൻ്റെ റിക്വസ്റ്റ് അത് തന്നെയാണ്. ഇപ്പോൾ നമ്മളിപ്പോൾ അഡ്ഹോക് കമ്മിറ്റിയുടെ കീഴിലാണ് അമ്മയുടെ നേതൃത്വം. അപ്പോൾ അതിൽ പല കോണിൽ നിന്ന് പറയുന്നുണ്ടായിരുന്നു, ഇപ്പം അൻസിബ തന്നെ പറഞ്ഞു, അൻസിബയ്ക്ക് നേതൃത്വത്തിലേക്ക് വരിക എന്നുള്ളതിൽ ആഗ്രഹം, ഒരു പുതുനിര വരണം എന്നുള്ളത്. അപ്പോൾ അതിൽ പൃഥ്വിരാജിൻ്റെ, ചാക്കോച്ചൻ്റെ, ധ്യാനിൻ്റെ, അങ്ങനെ മൾട്ടിപ്പിൾ പേരുകളടക്കം പറയുന്നുണ്ടായിരുന്നു. ശരിക്ക് ഇനി ഇപ്പം ഞാൻ പറഞ്ഞത് ഒരു സുപ്രധാന ഘട്ടത്തിൽ ഒരു സുപ്രധാന നിലപാടെടുത്തിട്ട് അമ്മയുടെ ഭാഗമാവുകയും പിന്നെ ഈ മറ്റേ സംഘടനാ ചുമതലയിൽ നിന്ന് രാജിവെച്ച് പുറത്തു പോയ ഒരാളെന്നുള്ള രീതിയിൽ എന്തായിരിക്കും ഈ പറയുന്നൊരു ഇനി ഈ നേതൃതലത്തിൽ സംഭവിക്കാൻ പോകുന്നത്? ആളുകൾക്ക് ഇത് ഈ പറയുന്ന ഒരു മുൾക്കിരീടമായിട്ടാണോ ആളുകൾ കാണുക? കാരണം വെച്ചാൽ രണ്ട് കാര്യമുണ്ട് അതിൽ. ഒന്ന്, ഇത് എങ്ങനെയായിരിക്കും ഇനി സംഭവിക്കാൻ പോകുന്നത്? എന്താണ് അതിലൊരു ഞാൻ മനസ്സിലാക്കിയിരിക്കുന്നത്, അമ്മ സംഘടന എന്നൊക്കെ പറയുമ്പോൾ ഒരു ലക്ഷൂറിയസ് ആയിട്ടുള്ള സംഘടനയാണ്. സത്യസന്ധമായി പറഞ്ഞു കഴിഞ്ഞാൽ ഇത്രയും ആസ്തിയുള്ളൊരു സംഘടന ഇന്ത്യൻ സിനിമയിൽ തന്നെ ഉണ്ടാവില്ല. പുറത്ത് ഐക്യമില്ല എന്നൊക്കെ പറഞ്ഞാലും മറ്റ് ലാംഗ്വേജുകളിൽ വെച്ച് നോക്കുമ്പോൾ ഇത്രയും ഐക്യമുള്ളൊരു സംഘടനയും ഇന്ത്യൻ സിനിമയിലില്ല. എന്നിരിക്കെ സത്യം പറഞ്ഞാൽ വളരെ ഈസി ആയിട്ട് സ്മൂത്തായിട്ട് കൊണ്ടുപോകാൻ പറ്റുന്നൊരു സംഘടനയാണ് അമ്മ. ഞാനവിടെ കുറച്ച് നാളിരുന്നു എന്നുള്ളത് കൊണ്ട് ഞാൻ മനസ്സിലാക്കിയൊരു കാര്യമാണ്. അങ്ങനെ ഭയങ്കര ഡേ ടു ഡേ ആക്ടിവിറ്റി എന്നുള്ളൊരു സംഘടന അല്ല അത്. ഇപ്പോൾ സഞ്ജീവനി ചെയ്യുന്നതുകൊണ്ട് അതിന് മരുന്നുകൾ പോകണം. എക്സിക്യൂട്ടീവ് കമ്മിറ്റി മെമ്പർ തന്നെ അത് ചെയ്യണമെന്ന് യാതൊരു നിർബന്ധവും ഇല്ല. അതിനൊരു സിസ്റ്റം ഉണ്ടാക്കി ഒരു സ്റ്റാഫിനെ ഡ്യൂട്ടി അസൈൻ ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ ആ ഒരു സാലറി കൊടുത്തു കഴിഞ്ഞാൽ കൃത്യമായിട്ട് മരുന്നുകൾ പോകും, അതിൻ്റെ അപ്ഡേഷൻ വരും, എല്ലാം നടക്കും. അമ്മയ്ക്ക് അങ്ങനെ ഒരു സാലറി കൊടുക്കാൻ ബുദ്ധിമുട്ടുള്ളൊരു സംഘടനയൊന്നുമല്ല അമ്മ. അതുകൊണ്ട് അത് ഈസി ആയിട്ട് നടക്കും. പിന്നെ വരുന്നത് കുടുംബസംഗമമാണ്. എല്ലാ വർഷവും കുടുംബസംഗമം നടത്തണമെന്ന് ഒരു നിർബന്ധവും ഇല്ല. ഒരു ഭരണസമിതിക്ക് 3 വർഷമാണ് സമയപരിധി ഉള്ളത്. അപ്പം ആ കാലയളവിന് ഓരോ കാലയളവിൽ വരുന്ന ആളുകൾക്കും ഓരോ 3 വർഷം കൂടുമ്പോൾ നടത്തിയാൽ പോലും മതി. അപ്പം അങ്ങനെ ചെയ്താലും ഓക്കെയാണ് എല്ലാവരും. അല്ലെങ്കിൽ തന്നെ കുടുംബസംഗമം വന്നിട്ട് ആകെ 2 വർഷമേ ആവുന്നുള്ളൂ. 32 വർഷത്തിനിടയ്ക്ക് 2 വർഷമാണ്. 31ാമത്തെ വർഷം ആദ്യത്തെ നടത്തി, 32ാമത്തെ വർഷത്തിൽ രണ്ടാമത്തെ നടത്തി, അത്രയേ ഉള്ളൂ. അതും നടത്താൻ എളുപ്പമാണ്. പിന്നെ അമ്മ അതും ഷോസ് നടത്താനും നല്ല രീതിയിൽ ഷോ നടത്തുക എന്നുള്ളത് എല്ലാവരും മുന്നേ ഇത് ചെയ്തതാണല്ലോ. വലിയ അതൊക്കെ ആ സിസ്റ്റത്തിലൂടെ പോയാൽ വളരെ ഈസി ആയിട്ട് പോകുന്നതാണ്. പിന്നെ എന്താണ് അവിടെ ഇത്രയും വലിയ പ്രശ്നം എന്ന് എനിക്ക് മനസ്സിലാവണില്ല. ശരിക്കും ഒരു പ്രശ്നവുമില്ല, വളരെ സ്മൂത്തായിട്ട് ഈസി ആയിട്ട് പോകാനുള്ള എല്ലാം ഉള്ള ഒരു ആസ്ഥാന മന്ദിരമുണ്ട്, ഒരു മെമ്പേഴ്സുണ്ട്. ഇനി സ്റ്റാഫിനെ വെച്ച് മാത്രം നിയന്ത്രിക്കാൻ പറ്റുന്ന കാര്യങ്ങൾ മാത്രമേ അമ്മയ്ക്കകത്ത് നടക്കുന്നുള്ളൂ. അല്ലാതെ ഭയങ്കര വലിയ അന്താരാഷ്ട്ര കാര്യങ്ങളൊന്നും ചെയ്യേണ്ട ഒരു കാര്യമില്ല അവിടെ. ശരിക്കും അങ്ങനെ ചിന്തിച്ചാൽ ബോളിവുഡിന് പോലും മാതൃകയാവുന്ന രീതിയിൽ, എല്ലാ ഭാഷാ സിനിമയ്ക്കും മാതൃകയാവുന്ന രീതിയിൽ
ക്ഷേമ പ്രവർത്തനങ്ങൾക്ക്, അതായത് അതിൽ അംഗങ്ങളായ മുഴുവൻ മനുഷ്യരെയും പലതരത്തിൽ പരീക്ഷിക്കാൻ പറ്റുന്നൊരു അതിന് ആസ്തിയും ശേഷിയുള്ള പ്രാപ്തിയുള്ള സംഘടന. ഏകദേശം 19 കോടിയോളം ആസ്തിയുണ്ട്. നമ്മുടെ ആസ്ഥാന മന്ദിരം ഉൾപ്പെടെയുള്ള ഒരു കാര്യമാണ് ഞാൻ പറയുന്നത്. അത്രയും ആസ്തിയുള്ള വേറെ ഏത് സംഘടനയുണ്ട്? അപ്പം അങ്ങനെയുള്ളൊരു സംഘടനയിൽ ഇപ്പം 5000 രൂപയാണ് പെൻഷൻ കൊടുക്കുന്നത്. നമുക്ക് സ്പോൺസേഴ്സിനെ കണ്ടെത്തി ഈസി ആയിട്ട് 10000 രൂപ ആക്കാൻ പറ്റും. ഉറപ്പായിട്ടും 10000 കൊടുക്കാൻ പറ്റും. 104 പേർക്കാണ് കൊടുക്കുന്നത്. എനിക്ക് തോന്നുന്നത് കഴിഞ്ഞ പ്രാവശ്യം 67 ലക്ഷത്തി എത്രയോ ആണ് വന്നിരിക്കുന്നത് ഒരു വർഷത്തെ ചിലവ്. അമ്മ എന്നൊരു സംഘടന, സൂപ്പർ താരങ്ങൾ അവിടെ ഉണ്ട് എന്നിരിക്കെ നമുക്ക് സ്പോൺസേഴ്സിനെ കിട്ടാൻ ഒരു ബുദ്ധിമുട്ടുമില്ല. മമ്മൂക്ക, ലാലേട്ടൻ, അതിനുശേഷം വന്ന മറ്റ് ആർട്ടിസ്റ്റ് പൃഥ്വിരാജ് ചേട്ടനുണ്ട്, ആസിഫ് അലി, ധ്യാൻ ചേട്ടൻ, ഇവരൊക്കെ ഉണ്ട്. ഇവരെല്ലാം കാണിച്ച് ഈസി ആയിട്ട് സ്പോൺസർഷിപ്പ് കിട്ടാനോ അല്ലെങ്കിൽ ഈസി ആയിട്ട് ഡൊണേഷൻ കിട്ടാനോ ഈസി ആയിട്ട് ഷോസ് കിട്ടാനോ പറ്റുന്നൊരു സംഘടനയാണത്. ഇവരെല്ലാം ഈ ഒരു ചാരിറ്റിക്ക് വേണ്ടി അവരുടെ ദിവസങ്ങൾ സ്പെൻഡ് ചെയ്യാൻ തയ്യാറായിട്ടുള്ള ആളുകളാണ്. അപ്പോൾ വേണമെങ്കിൽ അടുത്ത പ്രാവശ്യം വരുന്ന കമ്മിറ്റിക്ക് ഈസി ആയിട്ട് 10000 രൂപയാക്കിയിട്ട് ഈ 104 പേർക്കും കൊടുക്കാവുന്നതേ ഉള്ളൂ. അതൊക്കെ എളുപ്പമാണ് ശരിക്കും. അതിന് ശരിക്കും ഒരു ബുദ്ധിമുട്ടില്ല അവിടെ ഒരു ഡൊണേഷൻ കൊണ്ടുവരാനോ. അല്ലെങ്കിൽ എത്ര സ്ഥാപനങ്ങളാണ് ഉള്ളത്. ഇപ്പോൾ ഒരു ആർട്ടിസ്റ്റിന് തന്നെ ഒരു ഉദ്ഘാടനത്തിന് കൊണ്ടുവരുമ്പോൾ ഓരോരുത്തരുടെ താരമൂല്യം അനുസരിച്ച് ഉള്ള എമൗണ്ടുകളാണ് കൊടുക്കണം. അപ്പോൾ അമ്മ എന്ന് പറഞ്ഞ സംഘടനയിൽ ഇവരെല്ലാവരും ഉള്ളതാണ്. എത്ര പൈസ കിട്ടും? അപ്പോൾ അത് ശരിക്കും ചെയ്യാവുന്നൊരു കാര്യമാണ്. അതിനുവേണ്ടി ഇത്രയും ഭയങ്കര ബുദ്ധിമുട്ടൊന്നും ഇല്ല സത്യം പറഞ്ഞാൽ, ഞാൻ മനസ്സിലാക്കിയെടുത്തോളം. ഒരു കാര്യം കൂടി ഉള്ളു, ഇപ്പം പലതരത്തിൽ പല മുതിർന്ന താരങ്ങളടക്കം കമ്മ്യൂണിക്കേറ്റ് ചെയ്യാം. അവർക്ക് ഏതെങ്കിലും തരത്തിൽ മെമ്പേഴ്സിന് ഇപ്പോൾ ആശങ്കയുണ്ടോ? അമ്മ ഈ അനിശ്ചിതത്വം, ആളുകൾ മാറുന്നു, മിക്ക ആളുകളും പ്രായമുള്ള താരങ്ങളടക്കം അൻസിബയോട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നുണ്ടാവുമല്ലോ. അത് ശരിക്കും ആശങ്കപ്പെടേണ്ട ഒരു ആവശ്യമില്ല. അത് നേരത്തെ തന്നെയുള്ളൊരു സിസ്റ്റം പ്രകാരം ഇവർക്ക് നമ്മുടെ മെമ്പേഴ്സിന് പോകുന്ന കൈനീട്ടം ഉണ്ടല്ലോ, അത് ബാങ്ക് ത്രൂ ഓട്ടോമാറ്റിക്കലി ജനറേറ്റ് ചെയ്ത് പോവാണ്. പ്രത്യേകിച്ചൊരു വ്യക്തി അവിടെ നിന്നിട്ട് പൈസ എല്ലാവരുടെ അക്കൗണ്ടിൽ ഇട്ട് കൊടുക്കേണ്ട ആവശ്യമില്ല. അത് ഓട്ടോമാറ്റിക്കലി അത് മുൻ ഭരണ സംവിധാനത്തിൽ മുൻ ഭരണത്തിലിരുന്ന ആളുകളുടെ നല്ലൊരു കാര്യമായിരുന്നു അവർ ചെയ്ത. അത് കാരണം തന്നെ ഒന്നും ചെയ്യണ്ട, അത് ക്രെഡിറ്റ് ആയിരിക്കും എല്ലാവരുടെ അക്കൗണ്ടിൽ. ചില സമയത്ത് എൻ്റെ 1-2 മെമ്പേഴ്സൊക്കെ വിളിച്ച് ചോദിക്കാറുണ്ട്, ചില സൺഡേസിൽ മോളെ ക്രെഡിറ്റ് ആയില്ലല്ലോ. അപ്പോൾ ഞാൻ വിളിച്ച് ചോദിക്കുമ്പോൾ പറഞ്ഞാൽ സൺഡേ ആയതുകൊണ്ടാണ് ചെറിയ ഡിലേ, അതെത്തും 1 മണിക്കൂറുണ്ട്. അപ്പോൾ അതുകൊണ്ട് ഇതുവരെ അങ്ങനെ ഒരു സംഭവം വന്നിട്ടില്ല. ചിലപ്പോൾ 1 മണിക്കൂർ ഡിലേയോ 1 ദിവസത്തെ ഡിലേയോ എന്തെങ്കിലും ബാങ്കിൻ്റെ എന്തെങ്കിലും പ്രശ്നങ്ങളോ എന്തെങ്കിലും അവധിയോ അങ്ങനെയൊക്കെ കാരണം മാറാറുണ്ട്. അതും എല്ലാവർക്കും ഉണ്ടാവാറില്ല. ചില ടെക്നിക്കൽ ഡിലേസേ ഉണ്ടാവാറുള്ളൂ. അല്ലാതെ കൃത്യമായിട്ട് എല്ലാവർക്കും എത്തും. അത് ഓട്ടോ ജനറേറ്റഡ് ആണ്, എല്ലാവരുടെ അക്കൗണ്ടിലേക്ക് അത് വന്നിരിക്കും. അതിനുവേണ്ടി പ്രത്യേകിച്ചൊരു എഫേർട്ട് എടുക്കേണ്ട ആവശ്യമില്ല. അത് മുന്നത്തെ ഭരണത്തിലിരുന്നവർ ചെയ്ത ഏറ്റവും നല്ലൊരു കാര്യമാണ്. അപ്പോൾ അതുകൊണ്ട് അതിനുവേണ്ടി ഇനിയൊരാൾ ബുദ്ധിമുട്ടണ്ട. പിന്നെ മരുന്ന് ഈ പറഞ്ഞ മാതിരി നമുക്ക് എപ്പോഴും ടൈപ്പ് ആവും ഒരു മെഡിസിൻ പ്രൊവൈഡ് ചെയ്യുന്ന ഒരു ഏജൻസിയുമായിട്ട്. അപ്പോൾ ആ ഏജൻസി അത് കൃത്യമായിട്ട് അയച്ചു കൊടുക്കും. ഈ ഏജൻസിയിലേക്ക് തന്നെ ഈ നമ്മുടെ മെമ്പേഴ്സ് അവരുടെ പ്രിസ്ക്രിപ്ഷൻ മാറുന്നതിനനുസരിച്ച് അയച്ചു കൊടുത്താൽ അവർക്ക് തന്നെ അത് അയച്ചു കൊടുക്കാവുന്നതേ ഉള്ളൂ. അതിൻ്റെ കൃത്യമായിട്ടുള്ള ഒരു എക്സൽ ഷീറ്റ് ബില്ല് അമ്മയിലേക്കും വന്നുകൊണ്ടിരിക്കുന്നുണ്ട് ഓട്ടോമാറ്റിക്കലി. ആർക്കും എപ്പോൾ വേണമെങ്കിലും പോയി ചെക്ക് ചെയ്യാവുന്നതേ ഉള്ളൂ. അതിനു വേണ്ടിയും ഒരാളവിടെ നിൽക്കണമെന്നില്ല. പിന്നെയുള്ളത് നമ്മുടെ ഇൻഷുറൻസ് ആണ്. ഇൻഷുറൻസിൻ്റെതും ഞാൻ മനസ്സിലാക്കിയെടുത്തോളം നമുക്ക് ഇത്ര നാളായിട്ടുള്ള ഇൻഷുറൻസ് പ്രൊവൈഡ് ചെയ്യുന്ന ആ ഒരു ഏജൻറ്റ് അദ്ദേഹം ഭയങ്കര സിസ്റ്റമാറ്റിക്കായിട്ട് വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരാളാണ്. അദ്ദേഹം ഉണ്ടല്ലോ ഏത് പാതിരാത്രിക്ക് നമ്മുടെ മെമ്പേഴ്സ് വിളിച്ചാലും ഫോൺ എടുക്കും. ഏത് പാതിരാത്രിക്കാണെന്നുണ്ടെങ്കിലും അവരുടെ ബില്ല് അയക്കാൻ പറയും. റീഇംബേഴ്സ്മെൻ്റ് ആണെങ്കിൽ റീഇംബേഴ്സ്മെൻറ്റ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അല്ല ക്യാഷ്ലെസ് ആണെങ്കിൽ പറ്റുന്ന ക്യാഷ്ലെസ് അതിൻ്റെ റൂൾസ് അനുസരിച്ച് കൊടുക്കാൻ പറ്റുന്ന ക്യാഷ്ലെസ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അതെല്ലാം അദ്ദേഹം ചെയ്തു കൊടുക്കുന്നുണ്ട്. ഞങ്ങളുടെ കമ്മിറ്റി വരുന്നതിൻ്റെ മുന്നേ അദ്ദേഹം ഒറ്റയ്ക്കാണ് ഇത് ചെയ്തു കൊടുത്തുകൊണ്ടിരുന്നത്. അതിനും പ്രത്യേകിച്ച് ഒരാളുടെ ആവശ്യമില്ല ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ. അപ്പോൾ സത്യം പറഞ്ഞാൽ സ്മൂത്തായിട്ട് പോകാൻ പറ്റുന്ന ഫിനാൻഷ്യലി ഏബിൾ ആയിട്ടുള്ള ഭയങ്കര നല്ലൊരു സംഘടനയാണ്. അവിടെ ഇങ്ങനെ ഈ ചെറിയ അങ്ങനെ ഇങ്ങനെയൊക്കെ പറഞ്ഞ് എന്താ പറയുക, കുത്തിത്തിരിപ്പെന്നൊക്കെ പറയില്ല, അങ്ങനത്തെ സാധനം ഉണ്ടാക്കിയിട്ട് അത് നശിപ്പിക്കരുതെന്ന് എനിക്കൊരു അപേക്ഷയുള്ളൂ. ഒരു കാര്യമുള്ളത് ഇപ്പം നമ്മൾ പറയാം, ഇപ്പം സിനിമ നോക്കിയാലും സമൂഹത്തിൻ്റെ നാനാ തുറ നോക്കിക്കഴിഞ്ഞാലും നമുക്കറിയാം സ്ത്രീകളുടെ നേതൃത്വമുണ്ട്, അതിഗംഭീരമായിട്ട് അതിൻ്റെ മിടുക്കും പ്രാപ്തിയും തെളിയിച്ചിട്ടുണ്ട്. പക്ഷെ നമ്മളിപ്പോൾ നോക്കുവാണെങ്കിൽ ഒരു പൊതുബോധം അല്ലെങ്കിൽ കുറച്ചുകൂടി ഒരു എന്താ പറയുക ഒരു പുരുഷ കേന്ദ്രീകൃത കമ്മ്യൂണിക്കേഷൻ നടക്കുന്നത് ഒരു പറ്റം സ്ത്രീകൾക്ക് ഈ നേതൃത്വം കൊടുത്തപ്പോൾ അത് തല്ലിപ്പൊളി കുട്ടിച്ചോറാക്കി
3 പതിറ്റാണ്ടില്ലാത്ത പ്രശ്നം, ആ രീതിയിലുള്ളൊരു നെറേറ്റീവാണല്ലോ വരുന്നത്, പുറമേക്ക് വരുന്നത്. നമ്മൾക്കറിയാം ഈ പറഞ്ഞ സ്ത്രീകൾ നേതൃത്വത്തിലിരുന്നുകൊണ്ടല്ല, അതിലൊരു വിഭാഗത്തിൻ്റെ സ്വാർത്ഥ താല്പര്യമോ മറ്റെന്തെങ്കിലും സംഗതികൾ ഈ പറയുന്ന ഇനി തുടർന്നത് പുറത്തേക്ക് വരേണ്ടതാണ്, അതായിരിക്കാം സംഭവിച്ചത്. പക്ഷേ സ്ത്രീകൾ നേതൃത്വത്തിൽ വന്നതുകൊണ്ട് മാത്രമാണ് ഇതുവരെ ഇല്ലാത്ത കാര്യങ്ങൾ സംഭവിക്കാത്തത്. അത് അത് ആളുകളുടെ അങ്ങനെ നെറേറ്റീവ് തെറ്റിദ്ധാരണയാണ്. വരുന്നുണ്ടല്ലോ. ഒരു ഇന്ദിരാഗാന്ധി ഭരിച്ച നാടാണിത്. ഇന്ദിരാഗാന്ധി ജീവിച്ചിരുന്ന നാടാണ്. അവിടെ നമുക്കത് പറയാൻ പറ്റുമോ? ഒരിക്കലും പറയാൻ പറ്റൂല. അത് എന്ന് വെച്ചാൽ ഈ പഴഞ്ചൊല്ല് നമ്മളിങ്ങനെ പറഞ്ഞു 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 വരൂലേ, അതുപോലെ പറയുന്ന ഒരു വാക്ക് മാത്രമാണ്. അപ്പോൾ സ്ത്രീകളാണ് ഇങ്ങനെ ചെയ്യുക, പരദൂഷണം പറയുന്ന സ്ത്രീകളാണെന്ന് പറയും. അങ്ങനെ പറയാൻ പറ്റുമോ? പരദൂഷണം പറയണം എന്തോരം പുരുഷന്മാരുണ്ട്. അപ്പൊ അതൊന്നും ജെൻഡർ വെച്ച് പറഞ്ഞ പ്രകാരം അൻസിബയ്ക്കെതിരെയാണ് അവിടെ കഥകൾ, അപവാദ കഥകളും അവിഹിത കഥകളും ഉണ്ടാക്കിയിട്ടുള്ളത്. അപ്പോ അത് പക്ഷെ പണ്ട് മുതലേ പറയാ അത് സ്ത്രീകളാണ് പറയുന്നത്. നമ്മുടെ സിനിമകളിലൊക്കെ ഒരുപാട് അത് പറഞ്ഞിട്ടുണ്ട്. സിനിമ ഒരു കാരണമാണ് കേട്ടോ. സിനിമയിൽ നമ്മളിങ്ങനെ പണ്ട് മുതലേയുള്ള സിനിമകൾ എടുത്തു നോക്കിയാൽ പെണ്ണുങ്ങൾ ശരിയാവില്ല. അപ്പോൾ പല രീതിയിലുള്ള അഡൽട്ട് ജോക്സിൽ പോലും ഇങ്ങനെയുള്ള പഴഞ്ചൊല്ല് ഉപയോഗിക്കുന്നുണ്ട്. അത് മറ്റേ ഈ പാണൻ പാടി നടന്നു എന്ന് പറഞ്ഞ മാതിരി അതിങ്ങനെ നെക്സ്റ്റ് ജനറേഷനിലേക്ക് പോയി. അപ്പം ഇത് കേട്ടിട്ട് ചുമ്മാ ഒരു രസത്തിന് കമൻ്റ് ഇടുകയോ പറയുകയോ ചെയ്യുന്നതാണ്. ഈ പറയുന്ന ആളുകൾ അവരുടെ വീട്ടിലെ അമ്മയോ സഹോദരിയോ പരദൂഷണം പറയുന്നവരാണെന്ന് പറയോ? ഇല്ലല്ലോ. അതുപോലെ മറ്റുള്ളവരും അതുപോലെ അമ്മയും സഹോദരിയാണെന്നൊക്കെ ചിന്തിച്ചു കഴിഞ്ഞാൽ പറയൂല. അപ്പം അതുകൊണ്ട് സ്ത്രീകൾ അങ്ങനെ ചെയ്യും, സ്ത്രീകൾ മോശക്കാരാണ്, അങ്ങനെയൊന്നുമില്ല. മോശക്കാരായിട്ട് സ്ത്രീകളുണ്ടെങ്കിൽ മോശക്കാരായിട്ട് പുരുഷന്മാരുണ്ട്, നല്ല സ്ത്രീകളുണ്ടെങ്കിൽ നല്ല പുരുഷന്മാരുണ്ട്. നമുക്കിവിടെ വനിതാ ജയിലും ഉണ്ട് അല്ലെ, പുരുഷന്മാർക്കുള്ള ജയിലും ഉണ്ട്. അപ്പം അതുകൊണ്ട് അങ്ങനെ പറയാൻ പറ്റുമോ? അത്ര വേർതിരിച്ച് പറയാൻ പറ്റില്ല. ഒരു കാര്യമില്ല, ഇപ്പം ഈ അമ്മയുടെ ഭരണതലപ്പത്തിൽ നിന്ന് പ്രസിഡന്റ് സ്ഥാനം ശ്വേതാ മേനോൻ രാജിവെക്കുന്നു, അവർ അംഗത്വം തന്നെ ഒഴിയുന്നു. അപ്പം ഈ പതിവില്ലാത്ത കുറേ കാര്യങ്ങൾ നടക്കുന്നു. അതിൽ വേറിട്ടൊരു ശബ്ദം കേട്ടത് ശ്രീമതി മല്ലിക സുകുമാരൻ പറഞ്ഞതാണ്. അവിടെ ഒരു വലിയ ഗൂഢാലോചന നടന്നിരിക്കുകയാണ് ശ്വേതാ മേനോനെതിരെ. അപ്പോൾ ഈ കുറ്റാരോപിതരെ, പിന്നെ ശ്വേതയുടെ വാദം ഉണ്ടായിരുന്നു, കുറ്റാരോപിതരെ തിരിച്ചു കൊണ്ടുവരാനുള്ളൊരു ശ്രമമാണ് നടക്കുന്നത്. അങ്ങനെ ഇതിൻ്റെ ഒരു മറുവാദം വളരെ ബലപ്പെട്ട് പുറത്തു വരുന്നുണ്ടല്ലോ. അത് എനിക്ക് തോന്നുന്നത്, ഇപ്പോൾ എനിക്ക് വേണ്ടി ഒരുപാട് സംസാരിച്ച ഒരാളായിരുന്നു മല്ലിക ആൻറ്റി. എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ള ഒരാളാണ്. ഞാൻ വിളിച്ച് സംസാരിക്കാറൊക്കെ ഉണ്ട്. അപ്പോൾ പെട്ടെന്നൊരു ദിവസമാണ് മല്ലിക ആൻറ്റിക്ക് ഇങ്ങനെ ഒരു നറേറ്റീവ് തോന്നിയിട്ടുള്ളത്. അതെങ്ങനെ വന്നതെന്ന് എനിക്കറിയില്ല. ഞാൻ വിളിച്ച് സംസാരിച്ചിട്ടൊന്നുമില്ല. വേറൊന്നുമില്ല, എനിക്ക് ഈ സമയത്ത് എനിക്ക് പോലീസുകാരായിട്ട് ഫൈറ്റ് ചെയ്യണം, സംഘടനയായിട്ട് ഫൈറ്റ് ചെയ്യണം, സംഘടനയായിട്ടല്ല സംഘടനയിലുള്ള അംഗങ്ങളായിട്ട് ഫൈറ്റ് ചെയ്യണം, എനിക്ക് നാട്ടുകാരെ ബോധിപ്പിക്കണം, മീഡിയാസിനെ ബോധിപ്പിക്കണം, എൻ്റെ വീട്ടിൽ ബോധിപ്പിക്കണം. ഇത്രയും ചെയ്തുകൊണ്ടിരിക്കുന്നത് ഇതിൻ്റെ ഇടയിൽ ഞാൻ വർക്ക് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇതിൻ്റെ ഇടയിൽ ഞാൻ വോക്കും കൂടെ ചെയ്താലേ എൻ്റെ വീട്ടിൽ എൻ്റെ വണ്ടി ഓടുള്ളൂ. അപ്പോൾ എൻ്റെ വണ്ടി എന്ന് പറഞ്ഞാൽ വെയ്റ്റ്ലെസ് ആയിട്ടുള്ള 2 വീലർ വണ്ടി ഒന്നുമില്ല, അത്യാവശ്യം നല്ല വെയിറ്റുള്ള നല്ല വലിയ വണ്ടിയാണ്. അപ്പോൾ ഇത് ഓടിക്കണം എന്നുണ്ടെങ്കിൽ എനിക്ക് വോക്കും ചെയ്യണം. ഇതിൻ്റെ ഇടയിൽ എനിക്ക് ചിലപ്പോൾ സംസാരിക്കാൻ സമയം കിട്ടാത്തതുകൊണ്ട് എനിക്ക് സംസാരിക്കാൻ പറ്റിയിട്ടില്ല. ഇപ്പോൾ വളരെ വീട്ടിൽ വളരെ കംഫർട്ടായിരുന്നു സംസാരിക്കാൻ പലർക്കും പറ്റുമായിരിക്കും. അങ്ങനെ പറ്റുന്ന ഒരാളല്ല ഞാൻ. അപ്പോൾ എനിക്ക് സംസാരിക്കാൻ സമയം കിട്ടിയിട്ടില്ല, എനിക്ക് വിളിക്കാനും പറ്റിയിട്ടില്ല. അപ്പോൾ എൻ്റെ ഭാഗം പിന്നീട് എന്താണെന്നുള്ളത് മല്ലിക ആൻറ്റിക്ക് അറിയില്ല. അപ്പോൾ അതുകൊണ്ട് മല്ലിക ആൻറ്റി എനിക്ക് ഒരിക്കലും കുറ്റം പറയാൻ പറ്റില്ല. കാരണം എൻ്റെ പിന്നീടുള്ള ഭാഗം എന്താണെന്ന് ജനറൽ ബോഡിയിൽ ഞാൻ പറഞ്ഞതേ മല്ലിക ആൻറ്റിക്ക് അറിയുള്ളൂ. ഇതിൻ്റെ ഒരു പകുതി കഥ വരെ മല്ലിക ആൻറ്റിക്ക് അറിയാം. ആ സമയത്തൊക്കെ എന്നെ സപ്പോർട്ട് ചെയ്ത് പബ്ലിക്കലി വന്ന് സ്റ്റേറ്റ്മെൻറ്റ് പറഞ്ഞ ആളാണ്. പക്ഷെ അതിനുശേഷം എനിക്ക് എൻ്റെ ഇത്രയും കാരണങ്ങൾ കൊണ്ടാണ് എനിക്ക് പ്രോപ്പറായിട്ട് എനിക്ക് റെസ്പോണ്ട് ചെയ്യാൻ പറ്റിയിട്ടില്ല. അപ്പോൾ അതുകൊണ്ടായിരിക്കും ചിലപ്പോൾ എൻ്റെ കൂടെ പിന്നീട് നിൽക്കാൻ പറ്റാഞ്ഞത് മല്ലിക ആൻറ്റിക്ക്. പിന്നെ കുറ്റാരോപിതർ വരിക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ എപ്പോഴും തുടക്കത്തിലേ ഞാൻ പറഞ്ഞെന്താ, ഇവിടുന്ന് പോയ സ്ത്രീകളെ വിളിച്ചു കൊണ്ടുവരണം നമ്മൾ. അത് വിളിച്ചു കൊണ്ടുവരാമെന്ന് പറഞ്ഞിട്ട് കണ്ണ് പൊടിയിട്ട പോലെ ആയിപ്പോയി. പിന്നെ അതിന് വേണ്ടി ഒരു ഇനിഷ്യേറ്റീവും ചെയ്തില്ല, അവിടെയുള്ള ഒരാളും ചെയ്തില്ല. അപ്പോൾ എന്നോട് പല ആൾക്കാരും ചോദിച്ചിട്ടുണ്ട് അൻസിബയ്ക്ക് ചെയ്തുകൂടായിരുന്നു. ഞാൻ ഗ്രാജ്വലി വളർന്നു വരുന്ന ഒരാളാണ്. എനിക്ക് ഒറ്റയടിക്ക് എല്ലാം പറഞ്ഞ് നേടിയെടുക്കാൻ പറ്റുന്ന ഒരാളൊന്നുമല്ല. ഇപ്പോൾ അതിജീവിതയ്ക്ക് ഈ പ്രശ്നം ഉണ്ടായ സമയത്ത് എനിക്കിപ്പോഴും ഓർമ്മയുണ്ട്. അന്ന് ഞാൻ ഏതോ ചാനലിൽ ആങ്കർ ചെയ്യായിരുന്നു. അപ്പോൾ നമ്മൾ പെട്ടെന്ന് ഈ ഒരു വാർത്ത കേൾക്കുമ്പോൾ നമ്മൾ പെട്ടെന്ന് എനിക്കുള്ളൊരു പ്രശ്നം എന്താണെന്ന് പറയുക, എനിക്ക് സിനിമ കാണുമ്പോൾ പോലും പ്രധാന കഥാപാത്രം അല്ലെങ്കിൽ ഏതെങ്കിലും കഥാപാത്രമൊക്കെ അവർക്ക് എന്തെങ്കിലും പറ്റുമ്പോൾ എൻ്റെ പ്രശ്നമാണ് കേട്ടോ അത്, ഞാനാണെങ്കിലോ എന്ന് ഞാൻ ചിന്തിച്ചു പോകും. എനിക്ക് കുറച്ചു നേരം പിന്നെ ഞാൻ അതിങ്ങനെ ആലോചിച്ചു പോകും. അപ്പോൾ അങ്ങനെയുള്ള സിനിമകൾ ഞാൻ ഒഴിവാക്കുന്ന ആളാണ് ഞാൻ. അപ്പോൾ ചില സിനിമകളിൽ
എന്താ എങ്ങനെ ഇപ്പം അത് പറയാൻ എനിക്കല്ല, ചില സിനിമകളിൽ ചില വിഷ്വൽസ് ഉണ്ടെന്ന് ഞാൻ അറിഞ്ഞു കഴിഞ്ഞാൽ ആ സിനിമ ഞാൻ കാണില്ല. എനിക്ക് അങ്ങനത്തെ വിഷ്വൽസ് ഉള്ള സിനിമ എനിക്ക് കാണാൻ ബുദ്ധിമുട്ടാണ്. അത് റൊമാൻറ്റിക് വിഷ്വൽസ് അല്ല ഞാൻ പറഞ്ഞത്, ഒരു ഫോഴ്സ്ഫുള്ളി ഉള്ള വിഷ്വൽസ് എനിക്കത് കാണാൻ പറ്റൂല. അപ്പോൾ അങ്ങനത്തെ ഒരു പ്ലോട്ടുള്ള സിനിമയാണെന്ന് പറഞ്ഞാൽ ഞാൻ കാണില്ല. അത് എനിക്കുള്ള പ്രശ്നമാണത്. അപ്പോൾ അതെൻ്റെ വീക്ക്നെസ് ആയിരിക്കാം. എനിക്ക് അങ്ങനെയുള്ള ഒരു സിനിമയും ഞാൻ കാണില്ല, അത് എത്ര സൂപ്പർ ഹിറ്റാന്ന് പറഞ്ഞാലും. അങ്ങനെയുള്ളൊരു കാര്യം എനിക്ക് അറിയാവുന്ന ആ സമയത്ത് എനിക്ക് നേരിട്ട് പരിചയമൊന്നുമില്ല. അങ്ങനെ എന്നാലും ഞാൻ സിനിമയിൽ കണ്ടിട്ട് നമുക്ക് വളരെ ക്ലോസ് ആയിട്ടുള്ള അങ്ങനെയുള്ള ഒരാളാണല്ലോ, എൻ്റെ ഫ്രട്ടേണിറ്റിയിലുള്ള ഒരാൾക്ക് ഇങ്ങനെ പറ്റിയെന്ന് പറയുമ്പോൾ അന്ന് എനിക്ക് ഞാൻ ചെയ്തുകൊണ്ടിരുന്ന പ്രോഗ്രാം പോലും എനിക്ക് ചെയ്യാൻ പറ്റിയിട്ടില്ല. പക്ഷെ അപ്പോഴും പബ്ലിക്കലി സംസാരിക്കാൻ മാത്രം ഒരു പുറത്തുനിന്നൊരു വാല്യൂ എനിക്ക് തരണമല്ലോ, എനിക്ക് സംസാരിക്കാനുള്ള അങ്ങനെ സംസാരിക്കാനുള്ള ഒരു പ്രിവിലേജ് ഉള്ള ഒരാളായിരുന്നില്ല ഞാൻ. എൻ്റെ പ്രായവും അത്രയും വർഷം ബാക്കോട്ടാണ്. അപ്പം എന്നെ കാണുന്നതൊരു ബാലതാരമായിട്ട് തന്നെയാണ് കാണുന്നത്. അപ്പം ആ ഒരു അങ്ങനെയുള്ള അപ്പം ഞാനിപ്പോൾ എനിക്ക് സംസാരിക്കാൻ കുറച്ചും കൂടെ പ്രായമായി, കുറച്ചും കൂടെ സംസാരിക്കാനുള്ള അവസരങ്ങൾ തരുന്നു. ഞാൻ പറയണത് ഇപ്പം മനീഷേട്ടൻ ഉൾപ്പെടെ എന്നെ കേൾക്കാൻ ഇപ്പോഴല്ലേ വന്നിരിക്കണത്. അപ്പോൾ അതിനുള്ളൊരു പ്രിവിലേജ് എനിക്ക് ഇപ്പോഴല്ലേ കിട്ടിയത്, അപ്പോഴല്ലേ എനിക്ക് സംസാരിക്കാൻ പറ്റുള്ളൂ. അപ്പം ഞാൻ സംസാരിക്കുന്നുണ്ട്, എന്നെക്കൊണ്ട് പറ്റുന്നത് ഞാൻ ചെയ്യുന്നുണ്ട്. ഈ സംഘടനയുടെ ഇതുമായിട്ട് തന്നെ ബന്ധപ്പെട്ട് ചോദിക്കുകയാണെങ്കിൽ ഇപ്പം താരസംഘടന എന്നുള്ള രീതിയിലുള്ള ഒരു പ്രശ്നമായിട്ടാണ് പുറത്തേക്ക് കാണുന്നത്. പക്ഷെ നമ്മൾ നോക്കുകയാണെങ്കിൽ മോഹൻലാൽ ജനറൽ സെക്രട്ടറിയും പ്രസിഡൻറ്റുമായിട്ടുള്ള സംഘടനയാണ്, മമ്മൂട്ടി ജനറൽ സെക്രട്ടറി സ്ഥാനത്തുണ്ടായിരുന്നു. അപ്പോൾ ഒരു പുറമേക്ക് തോന്നുവാണെങ്കിൽ ഒരു ഏറ്റവും പ്രിവിലേജ്ഡ് ആയിട്ടുള്ള സൂപ്പർതാര പദവികളുള്ള താരങ്ങൾ വരുന്ന സമയത്ത് സംഘടനയ്ക്ക് കുറച്ചുകൂടി കെട്ടുറപ്പുണ്ടാവും എന്നുള്ള ബോധ്യം, അങ്ങനെ നെഗറ്റീവാണല്ലോ പുറമേക്ക് വരിക. കാരണം മുൻ ഭരണസമിതിയിൽ എപ്പോഴും ഇതിൻ്റെ മേൽത്തട്ടിലൊരു സൂപ്പർ താരം ഉണ്ടായിരുന്നു. അപ്പോൾ അതിന് പറ്റാത്ത ആളുകൾ അങ്ങനെ ഒരു നെഗറ്റീവ് കൂടി വരുന്നൊരു സാധ്യത അതൊരു പോരായ്മയായി മാറില്ലേ? നേതൃത്വം എന്ന് പറഞ്ഞാൽ എപ്പോഴും സൂപ്പർ താരമോ അല്ലെങ്കിൽ സൂപ്പർ സ്റ്റാർസ് ആവണമെന്നില്ല. ഒരിക്കലും അല്ല. ഞാൻ മനസ്സിലാക്കിയത് എന്താണെന്നറിയോ, റെസ്പെക്ട് ഗിവ് ആൻഡ് ടേക്ക് ആണ്. റെസ്പെക്ട് കൊടുത്താൽ തിരിച്ചു കിട്ടും, പ്രത്യേകിച്ച് കേരളത്തിൽ. നമ്മൾക്ക് ഭയങ്കര ആ ഒരു കാര്യത്തിൽ മലയാളികൾ കുറച്ച് ഭയങ്കര കൺസേൺ ആണ്. റെസ്പെക്ട് ചെയ്യും, പക്ഷെ തിരിച്ചും കിട്ടണം. അത് കിട്ടിയിട്ടില്ല എന്നുണ്ടെങ്കിൽ മൈൻഡ് ചെയ്യില്ല. പിന്നെ ചിലപ്പോൾ സംസാരിക്കാനോ വഴക്കൂടാനോ നിൽക്കില്ല, അവോയ്ഡ് ചെയ്തങ്ങ് പോകും. എല്ലാ മനുഷ്യരിലും ഇതുണ്ട്, അത് എല്ലാവരും അങ്ങനെയാണ്. അപ്പോൾ നമ്മൾ അങ്ങോട്ട് റെസ്പെക്റ്റ് കൊടുക്കണം. ഞാൻ മമ്മൂക്കയിലും ലാലേട്ടനിലും ഒക്കെ കണ്ട ഏറ്റവും വലിയ ക്വാളിറ്റി മറ്റുള്ളവർക്ക് കൊടുക്കുന്ന റെസ്പെക്റ്റാണ്. അപ്പോൾ ഞാനിപ്പോൾ 3 പടങ്ങളിൽ ഒരുമിച്ച് ലാലേട്ടൻ്റെ കൂടെ അഭിനയിച്ചപ്പോഴും എൻ്റെ അടുത്ത് എല്ലാവരും ലാലേട്ടനിൽ നിന്ന് എന്താണ് പഠിക്കുക എന്ന് ചോദിക്കുമ്പോൾ ഞാൻ പറയുന്നൊരു കാര്യമുണ്ട്, ലാലേട്ടൻ്റെ അഭിനയം എന്തായാലും പഠിക്കാൻ പറ്റില്ല. അത് അദ്ദേഹത്തിന് തന്നെ അറിയില്ല അദ്ദേഹം അടുത്ത മൊമെൻറ്റിൽ എങ്ങനെ അഭിനയിക്കണമെന്ന്. അതുകൊണ്ട് അതെന്തായാലും പഠിക്കാൻ പറ്റില്ല. പക്ഷെ പഠിക്കാൻ പറ്റുന്ന ഒരു കാര്യമുണ്ട്, എനിക്കറിയാവുന്ന ഒരു കാര്യം, ഭയങ്കര ഡൗൺ ടു എർത്ത് ആണ്. മറ്റൊരാളെ മനുഷ്യനായിട്ട് കാണുന്ന ആളാണ്. ഈക്വൽ വാല്യൂ ആണ് ഓപ്പോസിറ്റ് നിൽക്കുന്ന ആൾക്ക് കൊടുക്കുന്നത്. അത് റെസ്പെക്റ്റാണ്. അദ്ദേഹം ഏൺ ചെയ്യുന്ന റെസ്പെക്റ്റ്, അദ്ദേഹം കൊടുക്കുന്ന റെസ്പെക്റ്റാണ്. അതുകൊണ്ടായിരിക്കാം മമ്മൂക്ക ലാലേട്ടനൊക്കെ വരണം എന്ന് പറഞ്ഞത്. അത് അവർ കൊടുക്കുന്ന റെസ്പെക്റ്റ്. അപ്പോൾ നമ്മൾ മറ്റുള്ളവർക്ക് റെസ്പെക്റ്റ് കൊടുക്കുന്ന ആൾക്കാരാണെങ്കിൽ ഉറപ്പായിട്ടും തിരിച്ച് റെസ്പെക്റ്റ് കിട്ടും. നമുക്ക് ചോദിച്ച് വാങ്ങിക്കാൻ പറ്റൂല റെസ്പെക്റ്റ്. ഈ സംഘടനയെ ബന്ധപ്പെട്ടൊരു അവസാനത്തെ സംഘടനയെ കുറിച്ച് ചോദിക്കാനുള്ള സാധനം വെച്ചാൽ, ഇപ്പം അൻസിബയ്ക്ക് ഇത്രയും കാര്യങ്ങൾ അറിയാം ഇതിലെ അംഗങ്ങളുടെ ക്ഷേമപ്രവർത്തനത്തെക്കുറിച്ചും. ഞാൻ നോക്കുമ്പോൾ ഈ പറയുന്ന പല കാലത്ത് വന്ന ആളുകളിൽ നിന്ന് വ്യത്യസ്തമായിട്ട് വളരെ വ്യക്തതയോടെ ആർട്ടിക്കുലേറ്റ് ചെയ്ത് സംഘടനയുടെ ഇഷ്യൂ മാധ്യമങ്ങളുടെ അടക്കം മുന്നിൽ പറയുന്നത് ശ്രദ്ധിച്ചിട്ടുണ്ട്. അപ്പോൾ ഇനിയൊരു പുതിയ നേതൃത്വം വരുമ്പം അതിൻ്റെ ഭാഗമാവേണ്ട എന്ന് തീരുമാനമെടുക്കുന്നത് കുറച്ച് അല്ല, അത് എനിക്കുള്ള സ്ട്രെസ് ഭയങ്കര സ്ട്രെസ്സാണ്. നീ കണ്ട ഈ കണ്ണിൽ കുരു വരെ വന്നു. അല്ല, അത് ഭയങ്കര സ്ട്രെസ്സായിരുന്നു. ഈ പറഞ്ഞ പോലെ ഇത്ര പേരെടുത്താണ് ഞാൻ ഒറ്റയ്ക്ക് നിന്ന് സംസാരിക്കുന്നതെന്ന് എനിക്ക് തന്നെ ബോധ്യമില്ല. അപ്പം ഞാനിതിങ്ങനെ റിപ്പീറ്റ് ചെയ്തുകൊണ്ടിരിക്കുക, പറഞ്ഞു തന്നെ റിപ്പീറ്റ് ചെയ്തുകൊണ്ടിരിക്കുക. ഈ പറഞ്ഞ പോലെ അതിൻ്റെ ഇടയിൽ വോക്കും ചെയ്യണം. പിന്നെ ഇതിലുള്ളൊരു ഏറ്റവും വലിയൊരു പോയിന്റ് എന്ന് വെച്ചാൽ, സംഘടനയിൽ എപ്പോഴും നിൽക്കുമ്പോൾ വേറൊരു പോയിന്റും കൂടെ ഞാൻ മനസ്സിലാക്കിയതുണ്ട്. ഫിനാൻഷ്യലി സ്റ്റേബിൾ ആയിട്ടുള്ള ആൾക്കാർ നിൽക്കുന്നതാണ് സംഘടനയ്ക്കും നല്ലത്, ആ വ്യക്തികൾക്കും നല്ലത്. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പം എനിക്ക് ഒരു വലിയ പദവി വഹിക്കാൻ എന്തായാലും പറ്റില്ല. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഒരു വലിയ പദവി വഹിക്കുമ്പോൾ ഉറപ്പായിട്ടും അതിൻ്റെതായിട്ടുള്ള, ഇപ്പം ഞാൻ പറഞ്ഞ മാതിരി ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ ഈസി ആയിട്ട് എടുക്കും. ഇപ്പോൾ സഞ്ജീവനി ആണെന്നുണ്ടെങ്കിൽ നമുക്കൊരു സ്റ്റാഫിനെ അസൈൻ ചെയ്യാം. ഈ പെൻഷനാണ്, അല്ലെങ്കിൽ നമ്മുടെ കൈനീട്ടം പോണത് ഓട്ടോമാറ്റിക്കലായിട്ട് എല്ലാവരുടെ അക്കൗണ്ടിൽ ക്രെഡിറ്റ് ആവും. അതൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിലും പെട്ടെന്നൊരു പ്രശ്നം വരുന്ന സമയത്ത് മീറ്റിങ്ങുകൾ വിളിച്ചു കൂട്ടുക, അതിനെപ്പറ്റി സംസാരിക്കുക, അതിനെ അഡ്രസ്സ് ചെയ്യണം,
അപ്പോൾ അതുപോലെ ഒരുപാട് തർക്കങ്ങളുണ്ടാവും, ഇത് പരിഹരിക്കണം. ഇതിന് വേണ്ടിയിട്ടൊക്കെ ഒരു സമയം സ്പെൻഡ് ചെയ്യണം. പിന്നെ ഈ കാര്യങ്ങളൊക്കെ നോക്കാനും അതിന് കുറച്ചും കൂടെ പാകപ്പെട്ട പക്വത ഉള്ള ആൾക്കാർ, എനിക്ക് അത്രയും പക്വത ആയിട്ടുണ്ടെന്നൊന്നും ഞാൻ വിശ്വസിക്കണമൊന്നുമില്ല. അത് കുറച്ച് ഇങ്ങനെയുള്ള പ്രശ്നങ്ങളൊക്കെ പരിഹരിച്ച് ഒക്കെ പ്രാവീണ്യമുള്ള ആൾക്കാരുണ്ട്, അങ്ങനെയുള്ള ആൾക്കാർ വേണം നിൽക്കാൻ. അതുപോലെ തന്നെ ഫിനാൻഷ്യലി സ്റ്റേബിൾ ആയിട്ടുള്ള ഒരാൾക്ക് അയ്യോ എനിക്ക് ഇന്ന് ഈ മീറ്റിങ്ങിൽ പങ്കെടുക്കാൻ പറ്റില്ല കേട്ടോ, ഇന്ന് എനിക്ക് ഈ തർക്ക പരിഹാരത്തിൽ നിൽക്കാൻ പറ്റില്ല, എനിക്കിവിടെ ഒരു ഉദ്ഘാടനം ഉണ്ടെന്ന് പറഞ്ഞ് പോകാൻ പറ്റില്ല, പോകാൻ പാടില്ല. അപ്പോൾ അങ്ങനെ പോകണ്ടാത്ത ഒരാളായിരിക്കണം അവിടെ ഇരിക്കേണ്ടത്. അങ്ങനെയുള്ള കാര്യങ്ങളാണ് ശരിക്കും പറഞ്ഞാൽ പുതിയ നേതൃത്വം വരുമ്പോൾ എല്ലാ ഭാരവാഹികളും അങ്ങനെ ആവണമെന്ന് ഞാൻ പറയണില്ല. സ്റ്റാർഡം ഉറപ്പായിട്ടും വേണം. സ്റ്റാർഡം ഉണ്ടെങ്കിലേ നമുക്ക് സ്പോൺസേഴ്സ് വരുള്ളൂ. നമുക്കൊരു സ്ഥലത്ത് ചെന്ന് കഴിഞ്ഞാൽ നമുക്കൊരു കുറച്ചുകൂടെ റെസ്പെക്റ്റ് എപ്പോഴും വരുന്നത് സ്റ്റാർഡം നോക്കിയിട്ട് തന്നെയാണ് നമ്മുടെ സമൂഹത്തിൽ. ഇതില്ല എന്ന് പറയാൻ പറ്റില്ല. അപ്പോൾ കുറച്ചും കൂടെ നമുക്ക് ആ ഒരു റെസ്പെക്റ്റ് കൂടുതൽ കിട്ടുന്നത്, നമുക്ക് സംഘടനയ്ക്ക് കൂടുതൽ ഗുണം കിട്ടുന്ന രീതിയിൽ സ്പോൺസേഴ്സിനെ ആകർഷിക്കാൻ പറ്റുന്നതിന് തീർച്ചയായിട്ടും താരമൂല്യമുള്ള ആൾക്കാർ അവിടെ ഉണ്ടായിരിക്കണം. അതുപോലെ തന്നെ വർക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് നിൽക്കുന്ന ആൾക്കാർ ഫിനാൻഷ്യലി സ്റ്റേബിൾ ആയിരിക്കണം. ഫിനാൻഷ്യലി സ്റ്റേബിൾ അല്ലാത്ത ആൾക്കാർക്ക് വർക്ക് ചെയ്യാൻ കുറച്ച് ബുദ്ധിമുട്ടുണ്ടാവും. പക്ഷെ നമ്മൾ സമീപ വർഷങ്ങളിലെ അമ്മയുടെ ജനറൽ ബോഡി, നേരത്തെ അമ്മയുടെ ജനറൽ ബോഡി നോക്കി കഴിഞ്ഞാൽ നമുക്കൊരു 2020 സിനിമ പോലെ എല്ലാവരും സ്റ്റാർസ് സൂപ്പർ. പക്ഷേ സമീപ വർഷങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ അവിടെ മമ്മൂക്ക വേറെ എന്തെങ്കിലും റീസൺ ഉണ്ടാവാം, പിന്നെ പൃഥ്വിരാജ് ഇല്ല, ദുൽഖർ ഇല്ല, നിവിൻ ഇല്ല, ജയസൂര്യ ഇല്ല, ഇവരാരും പ്രധാനപ്പെട്ട ആസിഫ് ഇല്ല, അല്ലെങ്കിൽ പ്രധാനപ്പെട്ട താരങ്ങൾ ടോവിനോ അടക്കമുള്ള പ്രധാനപ്പെട്ട താരങ്ങൾ ആരും വരാത്ത ഒരു ഇതുണ്ട്. അവരുടെ അസാന്നിധ്യം പ്രകടമാണല്ലോ. എനിക്ക് തോന്നിയിട്ടുള്ളൊരു കാര്യം, ഞാൻ എൻ്റെ മനസ്സിൽ തോന്നിയ കാര്യമാണ് കേട്ടോ പറയണത്. അവരങ്ങനെ തന്നെയാണ് ചിന്തിച്ചതെന്നൊന്നും എനിക്കറിയില്ല. മാധ്യമങ്ങൾ ചോദിക്കുന്ന ചോദ്യങ്ങളുണ്ടല്ലോ, പല ചോദ്യങ്ങൾക്കും ഉത്തരമില്ല അവർക്കൊന്നും. അപ്പോൾ അവരുടെ ക്രെഡിബിലിറ്റിയെ ബാധിക്കുന്ന ചോദ്യങ്ങളാണ്. ഉത്തരമുണ്ടായിരുന്നെങ്കിൽ ചിലപ്പോൾ അവർ വന്നേനെ എന്നാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. അത് പക്ഷെ നമ്മുടെ സംഘടനയിൽ നിന്ന് നമ്മുടെ നേതൃത്വത്തിൽ നിന്നുള്ള ആൾക്കാർ ഒരു കൃത്യമായിട്ടുള്ള ഉത്തരം ഇവർക്ക് കൊടുത്തിരുന്നെങ്കിൽ ആ ഉത്തരം ഇവർക്കും പറയാം. ഇങ്ങനെയാണ് സംഘടന അക്കൗണ്ടബിൾ ആയിട്ടുണ്ടെങ്കിൽ ഈ ആളുകൾക്ക് വരുന്നതിൽ പ്രശ്നമില്ല, സംഘടന ആൻസർ ചെയ്തോളും. അതെ, അപ്പോൾ അത് കൃത്യമായിട്ടുള്ളൊരു ഉത്തരം എല്ലാ ചോദ്യങ്ങൾക്കും ഉണ്ടെങ്കിൽ എല്ലാവരും അവിടെ വരും. പണ്ട് ഒരു ചോദ്യങ്ങളും ഇല്ലായിരുന്നു, അതുകൊണ്ടായിരുന്നു അവിടെ എല്ലാവരും ഉണ്ടായിരുന്നത്. ചോദ്യങ്ങൾ വരാൻ തുടങ്ങിയതിന് ശേഷമല്ലേ പലരും അപ്രത്യക്ഷമായി തുടങ്ങിയത്. അതല്ലേ അതിൻ്റെ സത്യം. അപ്പോൾ ചോദ്യങ്ങൾക്കുള്ള പ്രോപ്പറായിട്ടുള്ള ഉത്തരം എല്ലാവരുടെ കയ്യിലും ഉണ്ടെങ്കിൽ ആ ഉത്തരം പറയാനുള്ള ഉത്തരം അവർക്ക് കിട്ടണം. അങ്ങനെയുള്ള ഉത്തരങ്ങളുണ്ടെങ്കിൽ എല്ലാവരും വരും. തീർച്ചയായിട്ടും സാധ്യമാണ്. ഞാൻ അതാ പറഞ്ഞത്, അവിടെയുള്ള ഈ വെൽഫെയർ ആക്ടിവിറ്റീസ് ഒക്കെ വളരെ ഈസി ആയിട്ട് നടത്തി പോകുന്ന കാര്യമാണ്. ഡേ ടു ഡേ ആക്ടിവിറ്റീസ് ഭയങ്കര കാര്യങ്ങളൊന്നും ചെയ്യാനൊന്നും ഇല്ല അവിടെ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ. അപ്പോൾ അങ്ങനെയുള്ളൊരു സ്ഥലത്ത് നമ്മൾക്ക് സമൂഹത്തിൽ നിന്ന് ചോദിക്കുന്ന ചോദ്യങ്ങൾക്ക് നമ്മൾ വളരെ സിമ്പിളായിട്ട് നമുക്ക് ആൻസർ ചെയ്യാൻ പറ്റുമെങ്കിൽ വളരെ ഈസി ആയിട്ട് മുന്നോട്ട് പോകാൻ പറ്റുന്നൊരു സംഘടനയാണ്. ആ സംഘടന ഒരുപാട് നല്ല കാര്യങ്ങൾ ചെയ്യുന്നുണ്ട്. അതുകൊണ്ടാണ് എനിക്ക് അമ്മ എന്ന് പറഞ്ഞ സംഘടനയോട് ഇത്ര ഇഷ്ടമുള്ളത്. പക്ഷേ ചോദ്യങ്ങൾക്കുള്ള ഉത്തരം എല്ലാവർക്കും ലഭിച്ചാൽ ഈ പറഞ്ഞ എല്ലാവരും അവിടെ ഉണ്ടാവും. ഇപ്പോൾ ഒരു സംവരണം എന്നുള്ള നിലയ്ക്കല്ല, ഒരു ഈ പറയുന്ന മെറിറ്റിൽ തന്നെ, പ്രാപ്തിയിൽ തന്നെ ഈ പ്രസിഡന്റ് സ്ഥാനത്തേക്കും ജനറൽ സെക്രട്ടറി സ്ഥാനത്തേക്കും ഇനി വനിതകൾ വരാൻ ഒരു വൈമുഖ്യം ഉണ്ടാവുമോ, ഒരു ഉൾവലിവ് ഉണ്ടാവുമോ? അതെങ്ങനെ? അങ്ങനെ ഉൾവലിയേണ്ട ആവശ്യമൊന്നുമില്ല. ആർക്ക് വേണമെങ്കിലും നിൽക്കാം. ഞാൻ ഏബിളാണ്, ഞാൻ എലിജിബിൾ ആണെന്ന് തോന്നുന്ന ആര് വേണമെങ്കിലും നിൽക്കട്ടെ, അതല്ലേ വേണ്ടത്. അത് സ്ത്രീ നിൽക്കുക പുരുഷൻ നിൽക്കുക അതിൻ്റെ ആവശ്യമില്ല. അത് ഇപ്പം ചില വീടുകളിൽ ഞാൻ പറയട്ടെ, എല്ലാ വീട്ടിലും ഭർത്താവ് ജോലി ചെയ്ത് കാശുണ്ടാക്കി കൊണ്ടുവന്ന് ആ വീട് നോക്കുക എന്നുള്ളത് പണ്ട് നമ്മൾ പഠിപ്പിച്ചുകൊണ്ടുവന്നൊരു രീതിയാണ്. എത്രയോ വീടുകളിൽ പല ഭർത്താക്കന്മാരും വീട്ടിലെ ജോലികളെല്ലാം ഹാപ്പിലി അവർക്ക് ഇഷ്ടമാണ്. എനിക്ക് വീട്ടിലെ ജോലിയൊക്കെ എടുത്ത് പിള്ളേരെ നോക്കാനാണ് ഇഷ്ടം. ഭാര്യമാർ പുറത്ത് ജോലി ചെയ്ത് ഏൺ ചെയ്തിട്ട് ഫാമിലി റൺ ചെയ്യുന്നവരുണ്ട്, അവർ ഹാപ്പിയാണ്. അപ്പോൾ അതുകൊണ്ട് ഇന്ന തൊഴിൽ ഇന്ന ആളെന്നെ എടുക്കണം എന്നൊന്നുമില്ല, ആർക്ക് വേണമെങ്കിലും എടുക്കാം. അത് എലിജിബിൾ ആയിട്ടുള്ള ആര് വേണമെങ്കിലും അവിടെ നിന്ന് കഴിഞ്ഞാൽ അവർ ജയിക്കും. അവർ കൃത്യമായിട്ട് അവർക്ക് കാര്യങ്ങൾ ചെയ്യാനും പറ്റും. സിനിമയിലേക്ക് വന്നു കഴിഞ്ഞാൽ ബാലതാരമായിട്ട് വന്നിട്ടുള്ള ആളാണ്. നമ്മളിപ്പം ദൃശ്യം ഒരു ഫിനോമിനം പോലൊരു സിനിമയാണ് ഇന്ത്യൻ സിനിമയെ സംബന്ധിച്ചുള്ള. ഒരു റീജിയണൽ ലാംഗ്വേജിൽ പടം വരുന്നു, അതിൽ പോകാവുന്ന എല്ലാ ഭാഷകളിലേക്കും പോകുന്നു. ബോളിവുഡിലടക്കം ഈ ഒരു ഫിനോമിനം റിപ്പീറ്റ് ചെയ്യുന്നു. ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ ഈ പറഞ്ഞ ജോർജ് കുട്ടിയുടെ മകളുടെ സ്കൂൾ ടൂറിൽ തുടങ്ങി മകളുടെ വിവാഹത്തിലെത്തി നിൽക്കുന്ന ഒരു നെറേറ്റീവിലാണ് 3 ദൃശ്യം കിടക്കുന്നത്. പേഴ്സണലി എങ്ങനെയാണ്? ചിലപ്പം 4 വന്നേക്കാം, തുടർന്നുള്ള ഫ്രാഞ്ചൈസികളുണ്ടാവും. ഇത് ഈ ഫാമിലിയുടെ ജേർണിയാണല്ലോ. അതെ അതെ,
ഞാൻ ദൃശ്യം 1 ചെയ്യണ സമയത്ത് ഓഡീഷന് ചെന്നപ്പോൾ എന്നെ എടുക്കൂല എന്ന് വിചാരിച്ചിട്ട് പോയതാ. അപ്പോൾ ഞാൻ ഓഡീഷനൊക്കെ കഴിഞ്ഞപ്പോൾ എന്നെ കാരണം നമ്മൾ കുറേ റിജക്ഷനൊക്കെ ഓൾറെഡി ഇതുപോലെ ഓഡീഷനിൽ ഉണ്ടാവുമല്ലോ. അപ്പോൾ ഞാനെന്നാൽ ശരി സാർ പോവാന്ന് പറഞ്ഞപ്പോഴാണ് ജിത്തു സാർ പറഞ്ഞു അല്ലോടെ മെഷർമെൻറ്റ് കൊടുത്തിട്ട് പോകുന്നു പറഞ്ഞു. അപ്പോൾ ഞാൻ മെഷർമെൻറ്റോ അപ്പം എന്നെ എടുത്തു. അപ്പോൾ അതുകൊണ്ടല്ലേ മെഷർമെൻറ്റ് കൊടുക്കാൻ പറഞ്ഞു. അങ്ങനെയാണ് സാറിൻ്റെ വൈഫ് ലിൻ്റെ ചേച്ചി തന്നെയാണ് കോസ്റ്റ്യൂം ഡിസൈനർ. അപ്പോൾ ചേച്ചി എൻ്റെ മെഷർമെൻറ്റ് എടുക്കുന്നു. എനിക്ക് പ്രോപ്പറായിട്ട് നന്ദി പോലും പറയാൻ പറ്റിയില്ല. കാരണം ഞാൻ ഭയങ്കര എന്താ ആലീസ് ഇൻ വണ്ടർലാൻഡ് എന്നൊക്കെ പറഞ്ഞ മാതിരി വേറെ ഏതോ ലോകത്തായിരുന്നു. മെഷർമെൻറ്റൊക്കെ കൊടുത്തു തിരിച്ചിറങ്ങി. 2ാമത്തെ ദിവസം ഷൂട്ടും തുടങ്ങി. അവിടെ നിന്നാണ് ഞാൻ സ്ക്രിപ്റ്റ് വായിക്കുന്നതൊക്കെ ദൃശ്യത്തിൻ്റെ. അപ്പോൾ അത് ഇത്ര വലിയ ഹിറ്റാവുമെന്ന് സത്യം പറഞ്ഞ ജിത്തു സാറും വിചാരിച്ചിട്ടില്ല, ലാലേട്ടനും വിചാരിച്ചിട്ടില്ല, മീന ചേച്ചിയും വിചാരിച്ചിട്ടില്ല, ഞങ്ങൾ ആരും വിചാരിച്ചിട്ടില്ല. എനിക്ക് ഇത്രയും വലിയ ആൾക്കാരുടെ കൂടെ അഭിനയിക്കാൻ പറ്റിയല്ലോ വലിയ പ്രൊഡക്ഷനിൽ. അത് അങ്ങനെ ഒരു ഇതുണ്ടായിരുന്നു. എനിക്കിപ്പോഴും ഓർമ്മയുണ്ട്, ദൃശ്യം ഇറങ്ങിയിട്ട് ആദ്യത്തെ 3 ദിവസം തിയേറ്ററിൽ ആളില്ലായിരുന്നു. ആ സമയത്ത് ഞാൻ കോഴിക്കോടാണ് നിൽക്കണത്. അപ്പോൾ ഞാൻ കോഴിക്കോട് രാധാ തിയേറ്ററിൽ, മിഠായി തെരുവിലാണ് രാധാ തിയേറ്ററിൽ, രാധാ തിയേറ്ററിൽ പോയിട്ടാണ് കാണുന്നത്. അപ്പോൾ ഞാൻ പക്ഷെ പോയി കണ്ടത് ആദ്യത്തെ ദിവസം ആളില്ല എന്ന് പറഞ്ഞു. അപ്പോൾ പോയി കാണാൻ പറ്റിയില്ല. 3ാമത്തെ ദിവസം ആളില്ല. 4ാമത്തെ ദിവസം തൊട്ട് ഹൗസ്ഫുള്ളാണ് ഷോ. ഞാൻ അപ്പോഴാണ് പോയി കാണുന്നത്. ഞാൻ കണ്ടപ്പോൾ ഭയങ്കര ജനത്തിരക്കും, പിന്നെ മൾട്ടിപ്ലക്സ് അല്ലാത്തതുകൊണ്ട് റിയാക്ഷൻ നമുക്കിങ്ങനെ അടുത്തിരുന്ന് കാണാമല്ലോ. അത് വല്ലാത്തൊരു ഫീലിങ്സ് ഇപ്പോഴും ആ വിഷ്വൽ ഇങ്ങനെ എൻ്റെ കണ്ണിൽ ഇങ്ങനെ നിൽക്കുന്നുണ്ട്. അപ്പോൾ അത് വലിയൊരു ഭാഗ്യമായി. പക്ഷേ അതിനുശേഷം എനിക്ക് ഓപ്പർച്യൂണിറ്റീസ് അധികം വന്നിട്ടുണ്ടോയെന്ന് ചോദിച്ചാൽ അങ്ങനെയൊന്നുമില്ല. അത് കഴിഞ്ഞ് ഒരു 5 വർഷം കണ്ട് കഴിഞ്ഞപ്പോൾ 7 വർഷം കണ്ട് കഴിഞ്ഞപ്പോഴാണ് തോന്നുന്നു ദൃശ്യം 2 വന്നു. അത് പക്ഷേ കോവിഡ് ആയതുകൊണ്ട് നമുക്ക് പ്രോട്ടോക്കോൾ ഉണ്ടായിരുന്നില്ല, തിയേറ്റർ റിലീസ് ഇല്ല. അപ്പോൾ അത് OTT പ്ലാറ്റ്ഫോമിൽ റിലീസായി. അപ്പോൾ കോവിഡ് പിടിച്ചിരുന്നിട്ട് ഒറ്റയ്ക്ക് ഇരുന്നിട്ടാണ് ഞാൻ 2 കാണുന്നത്. അത് കഴിഞ്ഞ് ഇപ്പോൾ ഒരു 5ാമത്തെ വർഷം 3യും വന്നു. അതിൻ്റെയും ഭാഗമായി. ഇതൊന്നും വിചാരിക്കാത്ത കാര്യങ്ങളാണ് ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ അത് അതിലൊരു സന്തോഷമുണ്ട്. പക്ഷേ ഫ്രാഞ്ചൈസ് എന്നുള്ളത് 3rd-ലെത്തുമ്പോഴാണല്ലോ അൻസിബയ്ക്ക് ഒരു പെർഫോമൻസ് ഡ്രിവൺ ആയിട്ട് ആ ക്യാരക്ടറിലേക്ക് കൂടുതൽ ഉത്തരവാദിത്വം, കൂടുതൽ എന്താ പറയുക എക്സ്പാൻഡ് ചെയ്യപ്പെടുന്ന ഒരു റോള് കിട്ടിയത്. അത് ശരിക്കും ഒരു എക്സൈറ്റ്മെന്റ് ആവില്ലേ? അത് ഭയങ്കര സന്തോഷമായിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാനിങ്ങനെ സ്ക്രിപ്റ്റ് വായിക്കുമ്പോൾ ഞാൻ ജിത്തു സാറിനോട്, പക്ഷെ എനിക്ക് ഡയലോഗ് കുറവാണ്, എനിക്ക് അതിലൊരു വിഷമം. അപ്പോൾ എടോ അത് ആ ക്യാരക്ടർ അല്ലെങ്കിൽ ഞാൻ പറഞ്ഞില്ലേ സംഭവം കറക്റ്റാണ്. ഈ ക്യാരക്ടർ ഇത്രയും ട്രോമ അനുഭവിക്കുന്ന ഒരു ക്യാരക്ടർ ആയതുകൊണ്ട് ഭയങ്കരമായിട്ട് സംസാരിക്കാൻ പോയി കഴിഞ്ഞാൽ ഓഡിയൻസിന് ആ ക്യാരക്ടറിനോടുള്ളൊരു എമ്പതി നഷ്ടപ്പെട്ടു പോകും. അങ്ങനെ ഒരു കാര്യമുണ്ടല്ലോ, ആ ക്യാരക്ടറിനെ ഓഡിയൻസിന് ഇഷ്ടപ്പെടുത്തണം, എന്നാലേ ആ ക്യാരക്ടർ എന്ത് ചെയ്താലും ആ ക്യാരക്ടറിൻ്റെ കൂടെ നിൽക്കുകയുള്ളൂ. അപ്പം അതൊരു എഴുത്തുകാരൻ്റെ ബുദ്ധിയിൽ തെളിഞ്ഞ കാര്യമാണ്. പക്ഷെ എന്നാലും ഡയലോഗ് ഇല്ലാതെ ഇമോട്ട് ചെയ്ത് മാത്രം ആളുകളെ അത് ധരിപ്പിക്കുക എന്നുള്ളത് ആണ് ഏറ്റവും ബുദ്ധിമുട്ടുള്ള കാര്യം. കാരണം നമ്മൾ ഡയലോഗ് ഡെലിവർ ചെയ്യുമ്പോൾ ഒരു 80% ആ ഡയലോഗിൽ ആ റിയാക്ഷനും എല്ലാം ഫേസിൽ വരും. പക്ഷെ ഒരു ഡയലോഗും ഇല്ലാതെ മുഖത്ത് നമ്മൾ ഇമോഷൻ കാണിച്ചിട്ട് ആളുകളെ അത് കൺവിൻസ് ചെയ്യിപ്പിക്കാൻ പറ്റുന്നതാണ് ഒരു നല്ല ആക്ടർ എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. അപ്പോൾ അത് കുറച്ചൊക്കെ എനിക്ക് ചെയ്യാൻ പറ്റിയിട്ടുണ്ട് എന്ന് വിശ്വസിക്കണം. അതിലൊരു സന്തോഷമുണ്ട്. ഈ തൊടുപുഴയിലൊരു വീട്ടിൽ, ഒരു ദൃശ്യം വീട്ടിൽ കൃത്യമായ ഇടവേളയല്ല, ഓരോ ഇടവേളയിൽ ഈ പറയുന്ന ജോർജ് കുട്ടി ഫാമിലിയായിട്ട് പല ദിക്കിൽ നിന്ന് വരുന്ന ആക്ടേഴ്സ് പെട്ടെന്ന് സെറ്റ് ചെയ്ത് ഒരു ഫാമിലി ആയിട്ട് വരികയുള്ളൂ. ശരിക്കും ഈ പറയുന്ന നിങ്ങൾ 4 പേർക്കിടയിൽ ഒരു 3 പടം ഒരു പ്രത്യേകതരം ബോണ്ട് സെറ്റ് ആയിരുന്നു. എവിടുന്നൊക്കെയോ അതായത് നിങ്ങൾ പ്രായം മാറുന്നു, ശരീരം മാറുന്നു, രൂപം മാറുന്നു, സിനിമാത്തോട്ട് മാറുന്നു, നമ്മളുടെ തിങ്കിങ് പ്രോസസ്സ് എല്ലാം മാറുന്നു. പെട്ടെന്ന് പക്ഷെ ഒരു ദിവസം വരുന്നു, വീട്ടിനകത്തേക്ക് എത്തുന്നു, പിന്നെ ജോർജ് കുട്ടിയും കുടുംബമായിട്ട് മാറേണ്ടി വരുവാണല്ലോ. അത് ഞങ്ങളെല്ലാവരും ആ കോസ്റ്റ്യൂം ഇട്ടിട്ട് ആ ലൊക്കേഷനിൽ എത്തിക്കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കലി അങ്ങനെയാവും. അപ്പോൾ എല്ലാവരും ചോദിക്കും ഇത്രയും വർഷം കഴിഞ്ഞിട്ടാണല്ലോ ഇങ്ങനെ എല്ലാവരും ഒരുമിച്ച് കാണുന്നത്. പക്ഷെ അങ്ങനെയല്ല, ഞങ്ങൾക്ക് ആ വീട്ടിൽ ഞങ്ങളെല്ലാവരും കയറി കഴിഞ്ഞാൽ തന്നെ അത് ഓട്ടോമാറ്റിക്കലി അത് ഓട്ടോമാറ്റിക്കലി എല്ലാവരും അങ്ങനെ അങ്ങ് ആയിപ്പോവും. അതെന്താണെന്നറിയില്ല, അത് അങ്ങനെ ഒരു കെമിസ്ട്രി എന്തായാലും ഉണ്ട്. ഈ ദൃശ്യത്തിന് പുറത്ത്, ഇപ്പോൾ ഞാൻ ദൃശ്യം ഫ്രാഞ്ചൈസിന് പുറത്ത് ഒരു കുറച്ചുകൂടി എന്താ പറയുക എക്സ്പെരിമെൻ്റൽ ആവുന്ന അല്ലെങ്കിൽ ചാലഞ്ചിങ് ആയ റോളുകൾ എന്നുള്ളതിന് ഈ ക്യാരക്ടർ എവിടെയെങ്കിലും ഒരു തടസ്സമായി നിൽക്കുന്ന കൂടി ഉണ്ടോ ഓഡിയൻസിൻ്റെ പെർസ്പെക്റ്റീവിൽ? അതുണ്ട്. ഒരു കോർണറിൽ അത് കിടപ്പുണ്ട്. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഞാൻ പറഞ്ഞ ഇതിൻ്റെയൊക്കെ ഇടയിൽ സിനിമകളൊക്കെ ചെയ്തിട്ടുണ്ട്. മമ്മൂക്കയുടെ കൂടെ പോലും ഞാൻ അഭിനയിച്ചിട്ടുണ്ട്, CBI 5 അഭിനയിച്ചിട്ടുണ്ട്. പക്ഷെ പടം തിയേറ്ററിൽ അത്ര ഹിറ്റായിരുന്നില്ല. അപ്പോൾ ദൃശ്യം ഒരു ഹ്യൂജ് ഹിറ്റായതുകൊണ്ട് ഞാൻ അഭിനയിക്കുന്ന പടങ്ങളെല്ലാം അങ്ങനെ ആവണം എന്നുള്ളൊരു കോൺസെപ്റ്റ് ഉണ്ട് കുറേ പേർക്ക്. അതുകൊണ്ടാണ് ദൃശ്യം മാത്രമേ ഉള്ളൂ എന്നൊക്കെ ചിന്തിക്കുന്നതും പറയണതും. പക്ഷെ ഞാൻ ഇതിൻ്റെ ഇടയിൽ കുറേ പടങ്ങൾ ചെയ്തിട്ടുണ്ട്. പക്ഷേ
അത് സിനിമയായിട്ട് കണക്കാക്കണില്ല. അപ്പോൾ ഞാൻ എന്ത് ചെയ്യാൻ പറ്റും? അപ്പോൾ ചില ട്രോൾ ഞാൻ കാണാറുണ്ട്. ഇപ്പോൾ ദൃശ്യം വെക്കും, അതിൻ്റെ അപ്പുറത്ത് KGF വെക്കും, യാഷിൻ്റെ ഫോട്ടോ വെക്കും, ബാഹുബലി വെക്കും, പ്രഭാസിൻ്റെ ഫോട്ടോ വെക്കും. അപ്പോൾ യാഷിന് KGF, പ്രഭാസിന് ബാഹുബലി, അഞ്ജലിക്ക് ദൃശ്യം എന്ന് പറഞ്ഞിട്ട്. അപ്പോൾ ഇവർ ട്രോളാണെങ്കിലും പക്ഷെ ഞാനത് ആസ്വദിക്കാറുണ്ട്. ഓക്കെ, പ്രഭാസിൻ്റെ യാഷിൻ്റെയും കൂടെ അല്ലേ എന്നെ വെച്ചിരിക്കണേ, അതിലെനിക്ക് അഭിമാനമുണ്ട് എന്ന് ഞാൻ ചിന്തിക്കും. അതിലെനിക്ക് സന്തോഷമുണ്ട്, ഇനി ഇവരെ കൂടെയാണല്ലോ കൊണ്ട് വെച്ചിരിക്കണേ. അപ്പോൾ പക്ഷെ അത് അക്സെപ്റ്റ് ചെയ്യാന്ന് പറഞ്ഞാൽ ചിലപ്പോൾ അതിനേക്കാളും വലിയ പടങ്ങൾ ഞാൻ ചെയ്യേണ്ടി വരും, അല്ലെങ്കിൽ ഞാൻ ഭയങ്കര സക്സസ് ആയിട്ടുള്ള സിനിമകൾ ചെയ്യേണ്ടി വരും. അങ്ങനെ അതായിരിക്കാം എന്ന് ഞാൻ വിചാരിക്കണം. ദൃശ്യം OTT റിലീസും കൂടി വന്നതിന് ശേഷമായതുകൊണ്ടൊരു സ്പോയിലർ പ്രശ്നമില്ലാതെ ചോദിക്കാം. അപ്പം നമ്മൾ കഴിഞ്ഞ 2 ഫ്രാഞ്ചൈസിയിൽ കണ്ടിട്ടുള്ള പ്രധാനപ്പെട്ട സംഗതി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പൂർണ്ണമായും മകളെ സംരക്ഷിക്കാൻ വേണ്ടിയിട്ട് പിന്നെ കുടുംബത്തെ സംരക്ഷിക്കാൻ വേണ്ടി ചെയ്യുന്ന അതേ മകളെ തന്നെ വെച്ചിട്ട് ഉള്ളൊരു പ്രധാനപ്പെട്ട സീനാണ് എൻ്റെ ക്ലൈമാക്സ് പോർഷനിലേക്ക് വരുന്ന സാധനം. ഈ നേരത്തെ ഈ പോസ്റ്ററിൽ പണ്ട് മറ്റേ തല്ലാനോങ്ങിയ വടി നിന്ന് അതേ എടുത്ത് റിയൽ ലൈഫ് തല്ലുന്നു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ശരിക്കും ഒരു ടോർച്ചറിങ് ഫീലുള്ളൊരു അടി കിട്ടുന്ന രീതിയിലാണല്ലോ. അത് നമ്മൾ നോക്കുമ്പോൾ ജോർജ് കുട്ടിയിൽ നിന്ന് പ്രേക്ഷകർ പ്രതീക്ഷിക്കാത്ത തരം ഒരു ട്വിസ്റ്റുമാണ്. പിന്നെ ലാൽ സാറ് സമീപകാലത്തൊന്നും അങ്ങനെ ചെയ്തിട്ടില്ല, അങ്ങനെ ഒരു ക്യാരക്ടറിൻ്റെ ഒരു സ്വിച്ചിങ്. അതായത് നമ്മൾ ജോർജ് കുട്ടിയിൽ നിന്നും പ്രതീക്ഷിക്കുന്നില്ല. മോഹൻലാലും അങ്ങനെ ഒരു കഥാപാത്രത്തിനൊരു മകളെ ഇത്രമേൽ കണ്ട് ഉപദ്രവിക്കുന്നു, പക്ഷെ അതിന് മിഷനുണ്ട്, റീസൺ ഉണ്ട്. സിനിമയിൽ അത് കൺവിൻസിങ് ജസ്റ്റിഫൈ ചെയ്യുന്ന റീസൺ ഉണ്ട്. അത് ഏത് രീതിയിലാണ് ഒരു ഓഡിയൻസ് പെർസ്പെക്റ്റീവിലും അല്ലാതെ ക്യാരക്ടറായത് എടുത്തത്? എനിക്ക് ഇത് സ്ക്രിപ്റ്റ് വായിച്ച സമയത്ത് ഈ ഒരു ഏരിയ എങ്ങനെ ചെയ്യും എന്നുള്ളതായിരുന്നു എൻ്റെ ക്യൂരിയോസിറ്റി. അപ്പോൾ ഞാൻ ജിത്തു സാറിനോട് ഇതെങ്ങനെ ചെയ്യാം ഇടയ്ക്ക് ചോദിക്കും. അല്ല അത് ചെയ്യൂടോ അത് ആ സമയത്ത്. അപ്പോൾ ഇത് ശരിക്കും പറഞ്ഞാൽ ആ സീക്വൻസ് ഒരു 4 ദിവസം വാഗമണ്ണിൽ സെറ്റ് ഇട്ടിട്ടാണ് ഷൂട്ട് ചെയ്തത്. വാഗമണ്ണിൽ ആ ഒരു ഏരിയ കംപ്ലീറ്റ് ഈ ഒരു സെറ്റ് ഇട്ടിട്ട് അതിനകത്താണ് ഷൂട്ട് ചെയ്തത്. അപ്പോൾ ഫുൾ ബ്ലാക്ക് ക്ലോത്തൊക്കെ വെച്ച് മറിച്ച് ഫുൾ ക്ലോസ്ഡ് ആയിട്ടാണ് അത് ഷൂട്ട് ചെയ്തത്. അപ്പോൾ അവിടെ ആകെ ഞാനും ലാലേട്ടനും മാത്രമേ ഉള്ളൂ. പിന്നെ അസിസ്റ്റൻറ്റ് ഡയറക്ടേഴ്സ് ആരുമില്ല. ജിത്തു സാറുണ്ട്, ചീഫ് അസോസിയേറ്റ്സ് 2 പേരുണ്ട്, മെയിൻ ക്യാമറാമാനുണ്ട്, 2 അസിസ്റ്റൻസ് ഉണ്ട്. വേറെ ആരുമില്ല ഇതിനകത്ത്. കോസ്റ്റ്യൂമും ഹെയറും മേക്കപ്പും ഒക്കെ ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ ഇതിനകത്തേക്ക് കൊണ്ടാക്കി തരും ഇവർ. പിന്നെ ഇവർ പുറത്ത് നിൽക്കും. അപ്പോൾ അസിസ്റ്റന്റ് ഡയറക്ടേഴ്സിന് ആർക്കും പുറമേക്ക് അറിയില്ല. അപ്പോൾ ആ സമയത്ത് വാഗമണിൽ കാട്ടാളൻ്റെ ഷൂട്ട് നടക്കുന്നുണ്ട്. അപ്പോൾ ആൻ്റണി പെപ്പയുടെ ലൊക്കേഷനും ഇതിൻ്റെ തൊട്ടപ്പുറത്താണ്, ഒരു 100 മീറ്റർ നടന്നാൽ മതി. അപ്പോൾ ആൻ്റണി ഡെയിലി നമ്മളെ കാണാൻ വേണ്ടി ഇങ്ങോട്ട് വരും, പക്ഷെ ആൻ്റണിക്ക് അതിനകത്ത് കയറാൻ പറ്റില്ല. അപ്പോൾ എനിക്ക് ഓർമ്മയുണ്ട്, ലാലേട്ടൻ്റെ കൂടെ ഫോട്ടോ എടുക്കാൻ വേണ്ടിയിട്ട് പെപ്പെ വന്നിട്ട് അകത്ത് കയറാൻ പറ്റുന്നില്ല, കാരണം നമുക്ക് ആരെയും അതിനകത്ത് അത്രയും പ്രൊട്ടക്റ്റഡ് ആയിട്ട് ഷൂട്ട് ചെയ്യണം. അപ്പോൾ പെപ്പെ പറഞ്ഞില്ല ഞാൻ പുറത്ത് വെയിറ്റ് ചെയ്തോളാം. എന്നിട്ട് ലാലേട്ടൻ ഈ ഷോട്ടിൻ്റെ ഇടയിൽ ഷർട്ട് മാറ്റിയിട്ടിട്ട് അതെല്ലാം മേക്കപ്പൊക്കെ കുറച്ച് തുടച്ചിട്ട് പുറത്തിറങ്ങിയിട്ടാണ് ഫോട്ടോ എടുത്തത്. അത്ര പോലും പ്രൊട്ടക്റ്റീവായിട്ടാണ് അത് ഷൂട്ട് ചെയ്തത്. അപ്പോൾ ആർക്കും അറിയില്ലായിരുന്നു. ആ പടത്തിൽ അഭിനയിച്ച മറ്റ് ആർട്ടിസ്റ്റുകൾക്കൊന്നും സ്ക്രിപ്റ്റ് വായിച്ചതുപോലെ അല്ലല്ലോ അത് വിഷ്വലൈസ് ചെയ്ത് വരുമ്പോൾ. അപ്പോൾ അവരും ഇത്രയും ഇമാജിൻ ചെയ്തിട്ടില്ല ഇങ്ങനെ ഒരു ഇമ്പാക്റ്റ്ഫുൾ ആയിട്ടുള്ളൊരു സീനായിരിക്കും അതെന്ന്. അതുകൊണ്ടാണ് തിയേറ്ററിൽ ഇരുന്നിട്ട് പലരും പെട്ടെന്ന് കണ്ണ് നിറഞ്ഞു പോയത്. കാരണം അറിയില്ല ഇത് ഇങ്ങനെ ഒരു സംഭവം കണ്ടിട്ട്. അത് ഭയങ്കര ട്വിസ്റ്റായിരുന്നു. അപ്പം ഞാൻ ഇത് ലാലേട്ടന് ഭയങ്കര ഒരു ഇതുണ്ടായിരുന്നു, ഇതെങ്ങനെയാണ് ചെയ്യുക. അപ്പം ഞാൻ ലാലേട്ടനോട് പറഞ്ഞു എനിക്ക് പെട്ടെന്ന് ഇങ്ങനെ ഒരു സതയത്തിൽ ഉണ്ട്, എനിക്ക് റിലേറ്റ് ചെയ്യാൻ പറ്റിയത് സതയമാണ്. ഇതിൻ്റെ വേറൊരു വേർഷനാണ്, പക്ഷെ എന്നാലും എനിക്ക് റിലേറ്റ് ചെയ്യാൻ പറ്റിയത്. പക്ഷെ രണ്ടും മിഷനും വ്യത്യാസമുണ്ട് ആണ്. എന്നാലും അയാൾ അതാണ് നന്മ എന്ന് തെറ്റിദ്ധരിച്ച് ചെയ്യുന്ന ഒരു കാര്യമാണ് സതയത്തിലുള്ളത്. അപ്പോൾ ഇവിടെ വരുമ്പോൾ സേവ് ചെയ്യാൻ വേണ്ടിയിട്ട് വളരെ ബുദ്ധിയുള്ള ഒരാൾ ചെയ്യുന്ന ക്ലെവർ ആയിട്ടുള്ള കാര്യമാണ്. ഭയങ്കര അയാൾക്ക് ജോർജ് കുട്ടി എന്ന് പറഞ്ഞ വ്യക്തിക്ക് ഈ ലോകത്ത് ഏറ്റവും ഇഷ്ടമുള്ള ഒരാളെയാണ് ഉപദ്രവിക്കാൻ പോകുന്നത്. അതായത് നമ്മൾ കണ്ട 2 ഭാഗത്തിലും ജോർജ് കുട്ടിക്ക് ഏറ്റവും ഇഷ്ടമുള്ള മകൾ എന്നുള്ള രീതി അങ്ങനെ തന്നെയാണല്ലോ പോർട്രേ ചെയ്തിരിക്കുന്നത്. അവർക്കൊരു ഇതുണ്ട്, ബോണ്ടുണ്ട്, അത് വേറെ ആർക്കും ഇല്ലാത്തൊരു ബോണ്ട് അവർക്ക് തമ്മിലുണ്ട്. അപ്പോൾ ഈ കുട്ടിയാണെങ്കിൽ തിരിച്ചൊന്നും പറയില്ല, അച്ഛൻ എന്ത് പറഞ്ഞോ യെസ് ആണ്, നോ ഇല്ല അവിടെ. അപ്പോൾ അങ്ങനെയുള്ളൊരു റിലേഷൻഷിപ്പാണ് അവിടെ കാണിക്കുന്നത്. അപ്പോൾ അത് നമ്മൾ ചെയ്യുമ്പോൾ ഓവറായിട്ടും ഓവർ പവർ ചെയ്ത് നിൽക്കരുത് ആ ഒരു ഏരിയ എന്നുള്ളതുകൊണ്ട് റിയലിസ്റ്റിക് ആയിട്ട് തോന്നുകയും വേണം. ലാലേട്ടനാണെങ്കിൽ ഈ അടിക്കുന്ന സീനിലൊക്കെ
എന്ന് വെച്ചാൽ നല്ല ഫോഴ്സ്ഫുള്ളി അടിക്കുന്നത് ഫീൽ ചെയ്യാൻ ഫോഴ്സ് ആയിട്ട് തന്നെ എടുക്കണം. അപ്പോൾ അതെ, ഞാൻ ഇങ്ങനെ അടിക്കുമ്പോൾ കറക്റ്റ് പോയിന്റ് ഇവിടെ തന്നെ അടിക്കും കേട്ടോ. അപ്പോൾ എനിക്ക് ലാലേട്ടൻ തന്നെ ചോദിക്കും, ഈ ഇതൊക്കെ സ്പോഞ്ച് പാഡൊക്കെ വെച്ചിട്ടുണ്ടല്ലോ കാലിക്കുട്ടിയുടെ, ഇതൊക്കെ വെച്ചിട്ടുണ്ട്. അപ്പോൾ പറഞ്ഞു ഞാൻ കറക്റ്റ് ഇവിടെ അടിക്കും, എന്നിട്ട് ട്രയൽ നോക്കും, ഞാൻ ഇങ്ങനെ പിടിച്ചിട്ട് ഇങ്ങനെ ആയിരിക്കും അടിക്കുക. അപ്പോൾ അടിച്ചു. അത് കഴിഞ്ഞിട്ട് ടേക്ക് ആയപ്പോൾ ഇച്ചിരി മേലെ അടിച്ച്. അപ്പോൾ എൻ്റെ അടുത്ത് ചോദിച്ചു ഞാൻ കറക്റ്റായിട്ടല്ലേ അടിച്ച്. ഞാൻ പറഞ്ഞല്ലേ കുറച്ച് മേലെയായിരുന്നു, സ്പോഞ്ചിലല്ല തട്ടി സ്കിന്നിലായിരുന്നു. പിന്നെ അയ്യോ ഇല്ല 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 ഞാൻ ശരിക്കും സ്പോഞ്ചിൽ അടിച്ചെന്ന് പറഞ്ഞ് വഴക്കുണ്ടാക്കാൻ തുടങ്ങി. ഞാൻ പറഞ്ഞു അല്ല ഇച്ചിരി തട്ടിയിരുന്നു, അയ്യോ വേദനിച്ചു. അപ്പോൾ അദ്ദേഹത്തിന് എനിക്ക് തോന്നുന്നത് ഫൈറ്റ് സീക്വൻസ് കൂടുതൽ ചെയ്യുന്ന ആളായതുകൊണ്ടായിരിക്കും, പിന്നെ ഞാൻ ഒരു പെൺകുട്ടിയും കൂടെ ആയതുകൊണ്ടായിരിക്കും ഈ അടിക്കുന്ന സീൻ ചെയ്യാൻ ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു. അപ്പോൾ ഓരോ ഷോട്ട്, അത് പല ഷോട്ട്സിന് വേണ്ടി ഒരുപാട് തവണ അത് ചെയ്യുമ്പോഴും ഭയങ്കര കെയർഫുൾ ആയിട്ടായിരുന്നു അത് ചെയ്തുകൊണ്ടിരുന്നത്. പക്ഷേ ഞാൻ എപ്പോഴും എൻ്റെ എക്സൈറ്റ്മെൻറ്റും ക്യൂരിയോസിറ്റിയും എന്താണെന്നറിയാം, ഞാൻ കൂടെ നിന്ന് അഭിനയിച്ചിട്ട് ഇങ്ങനെ അദ്ദേഹം എക്സ്പ്രസ് ചെയ്യുന്നത് നേരെ നിന്ന് കാണുമല്ലേ, അപ്പം ഞാൻ കണ്ട ഒരു എക്സ്പ്രഷനും കാര്യങ്ങളൊക്കെ ഉണ്ട്. പക്ഷെ ഞാൻ ഡബ് ചെയ്യാൻ പോയപ്പോൾ കണ്ട എക്സ്പ്രഷൻ അതൊന്നുമല്ല. ഞാൻ ഡബ് ചെയ്യാൻ പോയപ്പോൾ ലാലേട്ടൻ്റെ കണ്ണിങ്ങനെ നിറഞ്ഞ് ടിയർ ഡ്രോപ്സ് ഇങ്ങനെ വീഴാൻ നിൽക്കുന്നത് വിഷ്വലി കാണാം. ഞാൻ ഡബ് ചെയ്യുന്ന സമയത്താണ് ഇത് കാണുന്നത്. അപ്പം ഞാൻ ചീഫ് അസോസിയേറ്റ് ഒക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ അവരുടെ അടുത്ത് ചോദിച്ചു നിങ്ങളിതിൽ CG വല്ലതും ചെയ്തു? അപ്പോൾ അവർ ചോദിച്ചു അതെന്താ നീ അങ്ങനെ ചോദിക്കണം. അല്ല ഞാൻ തൊട്ടടുത്ത് നിന്ന് അഭിനയിച്ചപ്പോഴും കണ്ണ് നിറഞ്ഞതോ ടിയർ ഡ്രോപ്സ് താഴോട്ട് വീണതോ ഞാൻ കണ്ടിട്ടില്ല. ഇതിൽ കാണുമ്പോൾ കാണുന്നതാണ് അദ്ദേഹത്തിൻ്റെ ആക്ടിങ്ങിൻ്റെ ഒരു മാജിക്. അത്ര അടുത്ത് നിന്ന് പെർഫോം ചെയ്താലും മനസ്സിലാവില്ല. ഇതേ കാര്യം ഞാൻ ആക്ട്രസ് സോന നായർ ചേച്ചിയോട് പറഞ്ഞപ്പോൾ ചേച്ചി തന്നെ പറഞ്ഞത്, നരനിൽ അഭിനയിക്കുന്ന സമയത്തും ഇവരെല്ലാം മറ്റേ ഭയങ്കര എഫേർട്ട് ഇട്ട് അഭിനയിക്കുമ്പോൾ ലാലേട്ടൻ റിഹേഴ്സലിന് അഭിനയിക്കുന്ന പോലെ അഭിനയിച്ച് പോകണത്. അപ്പോൾ ഇവരൊക്കെ വളരെ സിമ്പിളായിട്ട് അഭിനയിച്ച് പോകുന്നല്ലോ. പക്ഷെ മോണിറ്ററിൽ വന്ന് നോക്കുമ്പോൾ അവർ നേരെ കണ്ട റിയാക്ഷൻ അല്ല മോണിറ്ററിൽ കാണുന്നത്. ആ റിസൾട്ട് ഡിഫറെൻ്റ് ആണ്. നമ്മൾ ഡയറക്റ്റ് കാണുന്ന റിസൾട്ടേ അല്ല മോണിറ്ററിൽ. അത് പക്ഷെ അദ്ദേഹത്തിന് മാത്രം കാണുന്ന ഒരു മാജിക്കാണ്. ഒരു കാര്യം അത് നിലവിൽ ആർക്കും ഡിസ്ക്ലോസ് ചെയ്യാൻ പറ്റുന്ന സാധനമല്ല, എന്നാലും ദൃശ്യം 4 എന്നുള്ളത് അൻസിബ എക്സ്പെക്ട് ചെയ്യുന്നുണ്ട്. ഞാൻ എന്തായാലും എക്സ്പെക്ട് ചെയ്യൂല. എന്തായാലും അതിഗംഭീരമായി ഈ പറഞ്ഞ പോരാട്ടം തുടരുക. അപ്പോൾ ഇനി അമ്മയുടെ സംഘടനാ തലത്തിലും തുടർന്ന് കാണാനാകട്ടെ അൻസിബയെ. ഗംഭീരമായ സിനിമകളുമായിട്ട് താങ്ക് യു സോ മച്ച്.